സോ ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് നോക്കി, ബിഗ് ഒ സ്മോൾ ഒ നോക്കി, ബിഗ് ഒമേഗ സ്മോൾ ഒമേഗ നോക്കി, ആൻഡ് തീറ്റ ഫംഗ്ഷൻസ് നോക്കി അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ റിലേഷൻഷിപ്സ് നോക്കി, പിന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ് നോക്കി. നമ്മൾ ഇത്രയാണ് ഇതുവരെ നോക്കിയതല്ലേ. അപ്പം അതെല്ലാം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തുള്ള ഒരു ടോപ്പിക്കിലോട്ട് പോകാം, അതായത് റിക്കറൻസ് റിലേഷൻസ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഗേറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതൊരു കുറച്ച് ഒരു ലേണിംഗ് കർവ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ബട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പഠിച്ചാൽ, മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ എത്ര വലിയ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് നമ്മുടെ പഠിക്കാൻ പോകുന്നത്? റിക്കറൻസ് റിലേഷൻസ്. ഓക്കെ, അപ്പം what is recurrence relations? A recurrence is a function defined in terms of one or more base cases and itself with smaller arguments. Okay, അതായത് റിക്കറൻസ് റിലേഷൻസ് എന്ന് പറയുമ്പം അതായത് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനുള്ളിൽ ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു എഫ് ഓഫ് എൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് കുറച്ച് ബോഡി പാർട്സ്, ഓക്കെ, ആൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോഡ്, ആൻഡ് ഫൈനലി ഞാൻ എഫ് ഓഫ് എൻ മൈനസ് വൺ എന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എൻ മൈനസ് വൺ എന്ന് വരുമ്പം വീണ്ടും ഇതിലോട്ട് റൺ ചെയ്യില്ലേ, എഫ് ഓഫ് എൻ മൈനസ് വൺ എന്നുള്ള ഒരു വാല്യൂ വെച്ചിട്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? എഫ് ഓഫ് എൻ മൈനസ് വൺ മൈനസ് വൺ അതായിരിക്കും എക്സിക്യൂട്ട് ആകുന്നല്ലേ. കാരണം ഇവിടെ എന്നിനെയാണ് എൻ മൈനസ് വൺ ആയിട്ട് എടുത്ത്, അപ്പോൾ എൻ മൈനസ് വൺ ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താകും? എൻ മൈനസ് ടു. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻസിൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷനും കൂടെ കൊടുക്കും. അതായത് ഇപ്പം എൻ വൺ ആണെങ്കിൽ അതിന് ഒരു ഇനിഷ്യൽ കണ്ടീഷൻ പോലെ കൊടുക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് നോക്കാം. അപ്പം റിക്കറൻസ് റിലേഷൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ ഉള്ളിൽ വിളിക്കുന്നു, ആ ഫംഗ്ഷൻ്റെ ബോഡിക്ക് ഉള്ളിൽ തന്നെ ആ സെയിം ഫംഗ്ഷനെ തന്നെ വിളിക്കുന്നു. അതായത് വിത്ത് എ സ്മോളർ ആർഗ്യുമെന്റ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, വിത്ത് സ്മോളർ ആർഗ്യുമെന്റ്സ്. ബിഗ്ഗർ ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇൻഫിനിറ്റ് ലൂപ്പ് പോലെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ സ്മോളർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ബിഗ്ഗർ ആണെങ്കിൽ നമ്മളൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. അതേപോലെ തന്നെ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ മെയിനായിട്ട് യൂസ് വരുന്ന ഈ റിക്കറൻസ് റിലേഷൻസ് ലൂപ്പ് വരുന്ന കേസസിലാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ലൂപ്പ് കിട്ടിയാലും അതൊരു റിക്കറൻസ് റിലേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കുറച്ചുകൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ടൈം കോംപ്ലക്സിറ്റി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ വേഴ്സ്റ്റ് കേസ് ആണ്, അതായത് ബിഗ് ഒമേഗയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ആൻഡ് അതിനൊരു എക്സാമ്പിൾ ആണ്, അതായത് ടി ഓഫ് എൻ ഈക്വൽ ടു 1 ആൻഡ് ടി ഓഫ് എൻ മൈനസ് 1 പ്ലസ് 1. ഓക്കെ, അതായത് ഇതെന്താണ് ചെയ്യുന്നത്? ഇപ്പം ഞാനിപ്പം ഇതൊരു സിമിലർ ഒരു സ്മോൾ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഞാനിപ്പം ടി ഓഫ് എൻ ഈക്വൽ ടു ഇപ്പം ടി ഓഫ് എന്നിന് ഞാനൊരു 4 എന്നുള്ള ഒരു വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? എന്തായിരിക്കും? ടി ഓഫ് 4 ഈക്വൽ ടു ടി ഓഫ് എൻ മൈനസ് 1 പ്ലസ് 1 അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ടി ഓഫ് 3 പ്ലസ് 1 ആയിരിക്കും അല്ലേ. അതേപോലെ ടി ഓഫ് 3 എന്തായിരിക്കും? ടി ഓഫ് 3 എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് എഴുതി പോകാം. ഓക്കെ, ടി ഓഫ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ടി ഓഫ് എൻ മൈനസ് 1 പ്ലസ് 1 അല്ലേ. അപ്പോൾ എനിക്ക് എന്താ? ടി ഓഫ് 2 പ്ലസ് 1 ആകും അല്ലേ. അതേപോലെ ടി ഓഫ് 2 എന്താണ്? ടി ഓഫ് 2 ഈക്വൽ ടു ടി ഓഫ് എൻ മൈനസ് 1 പ്ലസ് 1 ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 1. എൻ ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീണ്ടും ചെയ്യാം അല്ലേ. അപ്പം ഏറ്റവും ലാസ്റ്റ് എന്താണ്? ടി ഓഫ് 1. ടി ഓഫ് 1ൽ നമുക്കൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ പോലെ ഇവിടെ ഒരു കണ്ടീഷൻ കിട്ടിയല്ലേ. അതായത് ഇഫ് എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? എൻ ഈക്വൽ ടു 1. അതേപോലെ നമുക്ക് ഇത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഈ ടി ഓഫ് 1 കിട്ടിയെന്നാൽ നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പം ടി ഓഫ് 2യുടെ വാല്യൂ എന്ത് കിട്ടും? 1 പ്ലസ് 1 അല്ലേ. അപ്പം 2 കിട്ടും. പിന്നെ ഈ 2യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ടി ഓഫ് 3യുടെ വാല്യൂ എത്ര കിട്ടും? 3. അതേപോലെ തന്നെ ഈ 3യുടെ വാല്യൂ ടി ഓഫ് 3ൻ്റെ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ടി ഓഫ് 3 പ്ലസ് 1. അപ്പം ടി ഓഫ് 4 എന്ത് കിട്ടും? 4. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു റിക്കറൻസ് റിലേഷൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് വരുന്നത് O ഓഫ് എൻ സ്ക്വയർ ആണ്. അതെങ്ങനെ വരും എന്ന് നമുക്ക് പല പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്കറൻസ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ. ആൻഡ് നമുക്ക് ഈ റിക്കറൻസ് റിലേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് പല പല മെത്തേഡുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഏതൊക്കെയാണ്? there are 3 methods to solve the recurrence relations. So first is the master method. Okay,
ഇതിനൊരു ആൽഗോരിതം പോലെ ഇതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല അടിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ മാസ്റ്റർ മെത്തേഡിൽ കിട്ടും. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആൻഡ് ഏറ്റവും ലാസ്റ്റ് റിക്കർസീവ് ട്രീ മെത്തേഡ്. ഓക്കെ, ഈ 3 മെത്തേഡ്സാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ മെത്തേഡ്സ് ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്കപ്പം റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാൻ ഏതൊക്കെ മെത്തേഡാണ് ഉള്ളത്? 3 മെത്തേഡ്സ് ആണല്ലേ ഉള്ളത്. ഫസ്റ്റ് മാസ്റ്റർ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആൻഡ് റിക്കർസീവ് ട്രീ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ തന്നെ ഒരു കാര്യം ചെയ്യണം. അപ്പം ഈ ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെ ഞാനിപ്പം പറഞ്ഞില്ലേ, ആ ഒരു സെയിം സംഭവം വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അൽഗോരിതം ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് റിക്കറൻസ് ഇക്വേഷൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ്സെൽഫ് ടു ഫൈൻഡ് എ ഫൈനൽ ജനറലൈസ് ഫോം ഓഫ് ദ റിക്കറൻസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് എൻ്റെ കേസിൽ ഇപ്പം എനിക്കിപ്പം ടി ഓഫ് എൻ ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് ബി എൻ എന്നുള്ള ഒരു ഇക്വേഷൻ ആണുള്ളത്. എല്ലാവർക്കും കാണാമല്ലോ അത്. അതായത് അപ്പം എൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എടുത്തെഴുതുന്നത്. അപ്പോൾ എന്താണ് 2t n ബൈ 2 പ്ലസ് ബി ഇൻറ്റു എൻ, ഇങ്ങനെയല്ലേ എനിക്കുള്ളത്. അതേപോലെ തന്നെ എനിക്കിപ്പം ഈ ഒരു വാല്യൂ ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? അത് എഴുതണം അല്ലേ, ടി ഓഫ് എൻ ബൈ 2. അപ്പോൾ ഈ ഒരു ജനറൽ ഫോമിൽ എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 2 സെയിം ആയിരിക്കും. പിന്നെ അടുത്ത ഏതായിരിക്കും? 2 ഇൻറ്റു എൻ ബൈ 4 എന്നായിരിക്കും അല്ലേ. പിന്നെ എന്തായിരിക്കും സിമിലർ ആയിട്ട് വരുന്നത്? പിന്നെ ബി ഇവിടെ n ബൈ 2 ആണ് വരുന്നത്. കണ്ടോ, ഇവിടെ n വന്നു, ഇവിടെ n ബൈ 2 എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? n ബൈ 2. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വാല്യൂവിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടി ഓഫ് എന്നിന് എന്ത് കിട്ടും? ടി ഓഫ് n ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. 2 ഇൻറ്റു നോക്കിക്കുക എല്ലാവരും 4 ഇൻറ്റു ടി ഇൻറ്റു n ബൈ 4 അല്ലേ. ഈ 2 മൾട്ടിപ്ലൈ ചെയ്യും ആൻഡ് ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ബി എൻ പ്ലസ്, അപ്പം ഇത് ഫുള്ള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എനിക്കിതാണല്ലോ ഉള്ളത്. അപ്പം പ്ലസ് ബി എൻ ആകുമ്പം 2bn ആകും അല്ലേ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജനറൽ ഫോമിൽ എഴുതാം. അത് നമുക്ക് ഒന്ന് എഴുതി നോക്കാം, ഒന്നുകൂടെ ചെയ്യാം. ഈ ടി ഓഫ് എൻ ബൈ 4 കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എങ്കിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ടി ഓഫ് എൻ ബൈ 4 ഈ ഒരു ജനറൽ ഇക്വേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 4 യെസ്, ആൻഡ് എന്തായിരിക്കും? ബി ഇൻറ്റു എൻ, ഇവിടെ n ആണ്. അപ്പം ഇവിടെ എന്താണ്? n ബൈ 4 ആണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? എല്ലാവരും പറഞ്ഞ് ബി ഇൻറ്റു n ബൈ 4. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ വാല്യൂസ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് വരുന്നത്? ടി ഓഫ് എന്നിന് എന്തായിരിക്കും വരുന്നത്? 4 ഇൻറ്റു 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 4. അപ്പോൾ 8 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 4 എന്ന് വരും അല്ലേ, n ബൈ 4 എന്ന് വരും. ആൻഡ് അടുത്ത് എന്ത് വരും? ബി ഇൻറ്റു 4 ഇൻറ്റു ബി ഇൻറ്റു എൻ ബൈ 4. അപ്പോൾ എന്താ വരും? പ്ലസ് ബി എൻ വരും അല്ലേ. അപ്പം പ്ലസ് ബി എൻ വരും. പിന്നെ പ്ലസ് 2bn വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്ലസ് 3bn അങ്ങനെയായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? യെസ്, നമുക്ക് പറയാൻ പറ്റുമല്ലേ. അതായത് ഈ ഒരു കേസിലാണെങ്കിൽ നമുക്കിപ്പം ടി ഓഫ് എൻ ബൈ 4 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ആൻഡ് നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ജനറൽ സൊല്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് ഓക്കെ ഇവിടെ 4 ഇൻറ്റു ടി ഇൻറ്റു എൻ ബൈ 4 ആണ്. ഓക്കെ, ആണ് ആ ഒരു മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ചെയ്യുമ്പം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 n ബൈ 4 എന്ന് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അത് ഇതായതാണ്. ടി ഓഫ് എൻ ബൈ 4 നമുക്കപ്പം 4 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 4 പ്ലസ് 2bn അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ടി ഓഫ് എൻ ഈക്വൽ ടു 2t n ബൈ 2 പ്ലസ് bn ചെയ്യും. എന്നിട്ട് 2t n ബൈ 2 ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് അടുത്തത് കിട്ടുന്നത്. എന്നിട്ട് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 n ബൈ 4 കിട്ടും. പിന്നെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മുടെ ഫോം വരുന്നത്. അപ്പോൾ ഇത് ഏത് ഇറ്ററേഷനാണ്? തേർഡ്. ഇതാണെങ്കിലോ സെക്കൻഡ് ഇറ്ററേഷൻ. ഇതല്ലാത്ത ഒരു ഫോമിൽ ടി ഓഫ് n ബൈ 2 ആണെങ്കിൽ അതിൻ്റെ എത്ര ആയിരിക്കും വരുന്നത്? അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ഇറ്ററേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഇറ്ററേഷൻസിനും നമുക്ക് ഒരു കാര്യം എഴുതാം അല്ലേ. എന്തായിട്ട് എഴുതാം? അതായത് ഓരോ ഇറ്ററേഷനും ഇവിടെ കണ്ടോ 8 വരുന്നുണ്ട്, 3 ഉണ്ട്. അപ്പം നമുക്ക് ഈ 2�3 എന്താണ്? 8 അല്ലേ. അതേപോലെ 2⁴ എന്താണ്? 4 ആണ്. 2⁴ എന്താണ്?
2 തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒരു എക്സ്പോണൻഷ്യൽ ഫോമിലായിട്ട് എഴുതാം അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുന്നു, ടി ഓഫ് എൻ ഈക്വൽ ടു ഫോർ ith ഇറ്ററേഷനിൽ എന്തായിരിക്കും 2⁻i ഇൻറ്റു ടി ഓഫ് n ബൈ 2⁻i പ്ലസ് i ഇൻറ്റു ബി എൻ. ഇത് കറക്റ്റ് ആണോ നോക്കിക്കേ. നിങ്ങൾ എത്ര ഇറ്ററേഷൻ വേണമെങ്കിലും ഇട്ടോ നോക്കിക്കോ. അതായത് നമുക്ക് ഏകദേശം ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ജനറലൈസ് ആയിട്ട് ഒരു നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോം ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഏത് ഇക്വേഷൻ എഴുതിയാലും നമുക്ക് ആ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷനായിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പം ഈ പല ഇക്വേഷൻസ് ആണല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു കോമൺ പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്, അത് എക്സ്പൊണൻഷ്യൽ ഫോം ആണോ അതോ മൾട്ടിപ്ലിക്കേഷൻ ഫോം ആണോ, ഏത് ഫോം ആണോ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മളൊരു ജനറൽ ഫോം കണ്ടുപിടിക്കണം. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്പം ഞാനിങ്ങനെ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെയാണെന്ന് കിട്ടിയതോടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനാണെങ്കിൽ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഞാനൊരു ജനറൽ ഫോം കണ്ടുപിടിച്ചു. അതാണ് ടി ഓഫ് എൻ ഈക്വൽ ടു 2⁻i പ്ലസ് ഇൻറ്റു ടി ഓഫ് n ബൈ 2⁻i പ്ലസ് i ഇൻറ്റു ബി എൻ. ഓക്കെ, അതാണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഞാനാണെങ്കിൽ അപ്പം എനിക്ക് ഇതിൻ്റെ എന്തായാലും ഇത് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എനിക്ക് ഇതിനൊരു കോൺസ്റ്റൻ്റ് ആക്കിയാൽ എനിക്ക് ഇതിനെ കോൺസ്റ്റൻ്റ് ആക്കണം. അതായത് ഈ ഒരു ടേമിൻ്റെ അകത്തുള്ള ഒരു ടീൻ്റെ ഫോമിന് എനിക്ക് കോൺസ്റ്റൻ്റ് ആക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ കോൺസ്റ്റൻ്റ് ആക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടി ഓഫ് 1, ടി ഓഫ് 1000, ടി ഓഫ് എത്രയാണെങ്കിലും ഇതെന്താണ്, കോൺസ്റ്റൻ്റ് ആണല്ലേ. അതായത് ഇതെല്ലാം കോൺസ്റ്റൻ്റ് വാല്യൂസ് ആണ്. അപ്പോൾ എനിക്ക് ഇതിന് ഒരു ന്യൂമറിക്കലായിട്ടുള്ള ഈ എന്നിനെ എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഇതിനൊരു കോൺസ്റ്റൻ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത കാര്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഈ nth ഇറ്ററേഷന് എനിക്ക് എന്തായിരിക്കും ഇതിൽ മാറ്റാൻ പറ്റുന്നത്, n ബൈ 2⁻i എനിക്ക് 1 ആക്കണമെന്ന് വിചാരിച്ചു. അതൊരു കോൺസ്റ്റൻ്റ് അല്ലേ. അതിലെനിക്ക് അപ്പം എന്ത് മാറ്റാൻ പറ്റും, എനിക്ക് എന്നിനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ട. യെസ്, എനിക്കപ്പോൾ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഐക്ക് ഞാൻ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അപ്പം 2⁻i ഈക്വൽ ടു n എന്ന് വരും അല്ലേ. എന്നിട്ട് ഐന് എനിക്ക് log of n ആയിട്ട് എടുക്കുകയുടെ, അപ്പം log 2 of n. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫോമിൽ കിട്ടിയല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഐക്ക് ഈക്വൽ ടു log 2 of n എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും വരുന്ന, ടി ഓഫ് n ഈക്വൽ ടു 2 log 2 of n ഇൻറ്റു ടി ഓഫ് ഇവിടെ കണ്ടോ n ബൈ 2⁻i. അപ്പോൾ എന്താകും, ഇത് 1 ആകില്ലേ, n ബൈ 2 log 2n. ഓക്കെ, ഇത് 1 ആകും. ആൻഡ് അടുത്ത് എന്താണ് ഉള്ളത്, എനിക്ക് ബി ഇൻറ്റു ഞാൻ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു log 2n ആൻഡ് അടുത്തത് ആൻഡ് വെളിയിലൊരു n. ഓക്കെ, അങ്ങനെയായിരിക്കും എനിക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം ഈ log 2 log 2 of n എന്താണ്, n തന്നെയാണ് അല്ലേ. അതേപോലെ ടി ഓഫ് n ബൈ 2 log 2n എന്താണ്, അത് തന്നെയാണ്. അപ്പം ടി ഓഫ് n ബൈ n ആകാം അല്ലേ, ഇത് n ബൈ n ആകാം. അപ്പം എനിക്കത് എന്തായിട്ട് എഴുതാം, ടി ഓഫ് 1 ആയിട്ട് എഴുതാം. ആൻഡ് പ്ലസ് ബി ഇൻറ്റു n ഇൻറ്റു log 2 of n. ഓക്കെ, അപ്പം എനിക്കിതിൽ ഏറ്റവും ബിഗ്ഗർ ടേം ഏതാണ് നോക്കണം. അപ്പം എനിക്ക് n ഉണ്ട്, n ഓഫ് log 2n ഉണ്ട്. അപ്പം ഞാനിതിൽ ഏതാണ് നോക്കുന്നത്, വേഴ്സ്റ്റ് കേസ് കണ്ടീഷൻസ് ആണ് എനിക്ക് എപ്പോഴും നോക്കേണ്ടത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഏത് അൽഗോരിതം എടുത്താലും അതിൻ്റെ ബെസ്റ്റ് കേസ് അല്ല നോക്കേണ്ടത്. അതായത് എന്തൊക്കെ അതിനെതിരെ വന്നാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ എന്നാണോ വല്ലത് n log n ആണോ വല്ലത്, അന്ന് നമ്മൾ പഠിച്ച ഒരു റിക്കർ ഇത് ഓർമ്മയുണ്ടല്ലോ, ഏതാണ് വല്ലതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയൊരു വാല്യൂ ഇട്ട് കൊടുത്താൽ മതി എന്നിന്. ഇപ്പം ഞാനൊരു 1000 ഇട്ട് കൊടുക്കുന്നു, n log 2n ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതിൽ 10⁵ കൊടുക്കുന്നു. അപ്പം ഇത് 10⁵ ആണ്. ഇതെന്താകും, 10⁵ ഇൻറ്റു log 2 10⁵ എന്ന് വന്നല്ലേ. അപ്പം ഇതെന്തായാലും 10⁵ കാട്ടിലും വലുതാണ്. അപ്പോൾ എന്താണ്, n log n ആണ് നമുക്കിവിടെ വലുത്. അപ്പം ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ഇതിൻ്റെ വേഴ്സ്റ്റ് കേസ് കണ്ടീഷനായിട്ട് എന്തായിട്ട് എടുക്കാൻ പറ്റും, അതായത് n log n എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഓഫ് n log n ആണ് നമ്മുടെ ഇവിടുത്തെ
കണ്ടീഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫോം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്, ഫസ്റ്റ് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നു. അപ്പം ആ ഒരു ഇക്വേഷനെ നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് വെച്ച് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോം കണ്ടുപിടിക്കുന്നു. ആ ഒരു ഫോം നമ്മൾ പ്രാക്ടീസിൻ്റെ കൂടെ നമുക്ക് കിട്ടും. പിന്നെ അതെന്ത് ചെയ്യും, പിന്നെ എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോം കിട്ടും അല്ലേ. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്ത, എനിക്ക് എന്നിട്ട് ടീയുടെ അകത്തുള്ള ഒരു എന്നിനെ എനിക്ക് കളയണം, എലിമിനേറ്റ് ചെയ്യണം. സോ ഞാൻ അതിന് എന്ത് ചെയ്തു, n/2 ന് 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഐ ആണ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഐ എന്ന് പറയുന്നത് എന്താണ്, ഇറ്ററേഷൻ ആണ് അല്ലേ. അതായത് ഫസ്റ്റ് ഇറ്ററേഷൻ ഇതാണ്, സെക്കൻഡ് ഇറ്ററേഷൻ ഇതാണ്, തേർഡ് ഇറ്ററേഷൻ അതാണ്. അപ്പോൾ ഐയുടെ ഏത് ഇറ്ററേഷനിലാണ് T(1) കോൺസ്റ്റന്റ് ആകുന്നത്, അതാണ് നമ്മൾ നോക്കിയത്. അതാണ് log2 of n എന്ന് പറയുന്നത്. അതിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ഫോം കിട്ടി. അതായത് എങ്ങനെയാണ് ഫോം കിട്ടിയത്, T(n) = n × T(1) + b log2 n × n, ഇങ്ങനത്തെ ഒരു ഫോം കിട്ടിയല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ n ആണോ വലുത് അതോ log2 of n ആണോ വലുത്, ഈ ഫോം അല്ലേ വലുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേഴ്സ്റ്റ് കേസ് കണ്ടീഷനായിട്ട് എനിക്ക് എങ്ങനെയായിട്ട് എഴുതാം, n log n ആയിട്ട് എഴുതാം. ഓക്കെ, ഇതാണ് എൻ്റെ വേഴ്സ്റ്റ് കേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി കണ്ടുപിടിക്കുന്നു. ആൻഡ് അതുവഴി നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഓരോരോ വാല്യൂസ് കിട്ടും. ആൻഡ് അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് കിട്ടും, എനിക്ക് 2⁻i ആണ്. ഓക്കെ, 2⁻i T(n/2⁻i + i × bn). ഓക്കെ, ഇങ്ങനെ എനിക്ക് കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, when i = log n എന്ന് കൊടുക്കുന്നു, ആൻഡ് n = 2⁻i കൊടുക്കുന്നു, n/2⁻i = 1 കൊടുക്കുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് കേസ് എന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പം ചെയ്തത്. പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തിട്ടും 2 × log of n T(n/2) log of n. ഇതെന്താകും, ഇത് 1 ആകും അല്ലേ. അതായത് ഇത് ഈ ഫോമിലാണ് 2 log2 n and into T(n/2) log2 n + ibn. ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആകും. അപ്പോൾ ഇത് n × T(1) ആകും. പിന്നെ അടുത്ത് എന്താകും, log2 of n × b. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. അതാണ് നമ്മളിവിടെ ചെയ്ത് NBA ഇതാക്കാം. എന്നിട്ട് നമുക്ക് T(n) എങ്ങനെ കാണിക്കാം, T(n) = of n log n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ടേം. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ഏത് ഇക്വേഷൻ എടുത്താലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യണം. എന്നിട്ട് അതിന് ഇറ്ററേറ്റീവ് മെത്തേഡ് വഴി നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് അല്ലേ. ആ ഫോം വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഫോം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണ് വരുന്നതെന്ന്. എന്നിട്ട് അത് വരുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പോലെ കിട്ടും. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ജനറൽ ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 2⁻i n/2⁻i + ibn. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതായത് n/2⁻i അകത്തുള്ള വാല്യൂസിനെ ഞാൻ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അത് =1 ഇക്വേറ്റ് ചെയ്യുന്നു. ആൻഡ് ഐക്ക് ഞാനൊരു വാല്യൂ കണ്ടുപിടിക്കുന്നു. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ആൻഡ് ഇത് T(1) എല്ലാ ടേമും കോൺസ്റ്റന്റ് ആയി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, n × b + log of n × b. അതായത് ഞാൻ T(1) ഒരു കോൺസ്റ്റന്റ് അല്ലേ, അതാണ് ഞാൻ b എന്ന് എടുത്തത്. അപ്പോൾ എനിക്ക് ഇതിലെ ഏറ്റവും വലിയ n-ന്റെ ടേമാണ് എടുക്കുന്നത്. അതാണ് ഞാൻ of n log n എന്ന് എടുത്തത്. ഓക്കെ, അതായത് ഇപ്പം നമുക്കൊരു ഇക്വേഷനിൽ T(n) = n + bn + bn² വന്നാൽ ഇതിൻ്റെ വേഴ്സ്റ്റ് കേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് of n² ആയിരിക്കും. ഓക്കെ, T(n) = of n². കാരണം ഈ n വെച്ച് നോക്കുമ്പോൾ n² ആണ് വലുത്. അപ്പോൾ നമ്മൾ എപ്പോഴും വേഴ്സ്റ്റ് കേസ് കണ്ടീഷനാണ് ബിഗ് O കണ്ടീഷനിൽ നമ്മൾ നോക്കുന്നത്. അതെല്ലാം നമ്മൾ നോക്കിയതാണ് അല്ലേ. അതാണ് ഞാൻ of n² ആയിട്ട് എടുത്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് നോക്കിയത്, നമ്മളിപ്പം ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കിയല്ലേ. ഇനി നമുക്ക് ഏതാണ് നോക്കേണ്ടത്, മാസ്റ്റർ മെത്തേഡ് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് മെത്തേഡാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് മാസ്റ്റർ മെത്തേഡ് നോക്കി, മാസ്റ്റർ മെത്തേഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കി. ഇതാണ് നമ്മുടെ ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ,
ആൻഡ് നമുക്കിനി ഏതാണുള്ളത് മാസ്റ്റർ മെത്തേഡ്. അപ്പോൾ മാസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കേണ്ടി വരും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും. അതാണ് നമ്മുടെ ഈ ഫോർമുലാസ് എന്ന് പറയുന്നത്. ആ ഫോർമുലാസ് നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കാണാതെ പഠിച്ചിട്ട് നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. ദ മാസ്റ്റർ മെത്തേഡ് ഗീവ്സ് അസ് എ ക്വിക്ക് വേ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു റിക്കറൻസ് റിലേഷൻസ് ഓഫ് ദ ഫോം. അപ്പോൾ നമുക്ക് ഈ മാസ്റ്റർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കുറച്ച് ഫോംസ് ആണുള്ളത്. ഓക്കെ, അത് നമ്മുടെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് മാസ്റ്റർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്ത് ഫോമാണ് നോക്കാം. അത് എന്താണ് വരുന്നത്? ടി ഓഫ് എൻ ഈക്വൽ ടു എ ഓഫ് ടി ഇൻറ്റു എൻ ബൈ ബി പ്ലസ് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് ഓഫ് എൻ റേസ് ടു പി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ടി ഓഫ് എൻ ഈക്വൽ ടു, എല്ലാവരും എഴുതിക്കുക, കൂടെ എഴുതിക്കുക. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ഇക്വേഷൻസ് വരും വരെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഏത് ഇക്വേഷൻ കിട്ടിയാലും അതൊരു 3, 4, 5, 10 വട്ടം ഒക്കെ എഴുതി നോക്കുക. വീണ്ടും വീണ്ടും വെറുതെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കുറച്ചുകൂടി ഫെമിലറൈസ് ആയിട്ട് വരും, എത്ര വലിയ ഇക്വേഷൻസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ടി ഓഫ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി പ്ലസ് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ഇൻറ്റു ലോഗ് ഓഫ് പി റേസ് ടു എൻ. ഓക്കെ, ഈ തീറ്റ എന്താണ്? നമ്മളന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? യെസ്, അതായത് ആവറേജ് കേസ് ആണല്ലേ. തീറ്റയിൽ നമുക്ക് വേഴ്സ്റ്റ് കേസും ഉണ്ട്, ബെസ്റ്റ് കേസിൻ്റെയും ഒരു ആവറേജ് കേസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോരോ വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വാല്യൂ എന്തായിരിക്കണം? എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. പിന്നെ എന്താണ്? ബി എപ്പോഴും എന്തായിരിക്കണം? ബിയും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം അല്ലേ. ആൻഡ് അടുത്തത് എന്താണ്? അടുത്തത് കെ, അതായത് ഇത് സ്മോളർ ആയിരിക്കണം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ ബൈ ടി ഓഫ് എൻ തന്നെയാണെങ്കിൽ അതെന്താകും? അത് എപ്പോഴും റൺ ചെയ്യുന്ന ലൂപ്പ് ആയിരിക്കും അല്ലേ. അതിൽ നിന്നും ടി ഓഫ് എന്നിൽ നിന്ന് ചെറിയൊരു വാല്യൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു സ്റ്റോപ്പിംഗ് വരുള്ളൂ. അതിനാണ് നമ്മൾ ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് നമുക്ക് ഇവിടെ എക്സ്ട്രാ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മനസ്സിലാകും. ആൻഡ് പി ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, അതായത് പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി ഏത് നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, ഏതാണെങ്കിലും വരാം. അതായത് എൻ റേസ് ടു കെ ലോഗ് ഓഫ് പി എൻ. ഓക്കെ, അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ കെയുടെയും പിയുടെയും വാല്യൂസ് എന്താണ്? കെയുടെ വാല്യൂ 1 ആണല്ലേ, പിയുടെ വാല്യൂ 0. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ എനിക്കിപ്പം എൻ ലോഗ് എൻ ആണെങ്കിലോ ഇവിടെ കെയുടെ വാല്യൂ എത്രയാണ്? 1 ആൻഡ് പിയുടെ വാല്യൂ 1. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. എൻ റേസ് ടു കെ ലോഗ് പി എൻ അല്ല. നമുക്കിപ്പം ഇങ്ങനത്തെ ഒരു ഇത് വരും, ഒരു ടീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം വരും, പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേം വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? എൻ ഓഫ് ലോഗ് എൻ ആണെങ്കിൽ നമുക്ക് കെ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇങ്ങനെയല്ല, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എ ബി കെ പി, ഓക്കെ, ഈ 4 കോൺസ്റ്റൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ആദ്യമേ അത് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം, വേറൊരു ഇതും കൂടെ നോക്കാം. ഇപ്പം ലോഗ് എൻ ആണെങ്കിൽ കെയുടെയും പിയുടെയും വാല്യൂ എത്രയാണ്? കെയ്ക്ക് 0 അല്ലേ, പിക്ക് ആണെങ്കിലോ 1. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ അതെങ്ങനെയാണ് വരുന്നതെന്ന്. പിന്നെ ഇതിപ്പോൾ ഇവിടെ ആണെങ്കിൽ ടി ഓഫ് എൻ ഈക്വൽ ടു ഇവിടെ ഓരോന്നിൻ്റെ വാല്യൂസ് എത്രയായിരിക്കും? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് 1. അതിൻ്റെ ഓരോരോ വാല്യൂസ് എന്തായിരിക്കും? എ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. ബി എന്തായിരിക്കും? ബി ഈക്വൽ ടു 2 ആയിരിക്കും, അതായത് എൻ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കെയുടെ വാല്യൂ എന്തായിരിക്കും? കെയുടെ വാല്യൂ 1 ആണ്, ലോഗൻ ടേമില്ല. അപ്പം പി ഈക്വൽ ടു 0 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ചെയ്യേണ്ടത്. അപ്പം ഇത് എന്താണ് നമ്മുടെ ഇക്വേഷൻ? എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നമുക്ക് എഴുതാം ടി ഓഫ് എൻ ഈക്വൽ ടു a into t of n by b plus theta of n raised to k log raised to pn. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കുക. ആൻഡ് ഇതെല്ലാം മസ്റ്റായിട്ട് ഒരു ഷോർട്ട് നോട്ട്സ് പോലെ എഴുതി വെച്ചിട്ട് നോക്കുക. കാരണം ഈ ഇക്വേഷൻസ് എല്ലാം എപ്പം പഠിച്ചാലും ചിലപ്പം ഇപ്പം നോക്കിയാലും ഒരാഴ്ച കഴിഞ്ഞാൽ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇക്വേഷൻസ് എല്ലാം നോക്കുക. ഓക്കെ, ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ്റെ ജനറൽ ഫോർമുലയാണ്. ഈ ഫോർമുലയുള്ള ഇത് റിക്കറൻസ് റിലേഷൻസിന് മാത്രമേ നമുക്ക് മാസ്റ്റർ മെത്തേഡും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഇതാണ് നമ്മുടെ ജനറൽ ഫോം. അപ്പം തന്നെ നമുക്ക് നമുക്ക് പല പല കേസസ് ഉണ്ട്, അതായത് ഒരു റിക്കറൻസ് റിലേഷൻസിൽ വരാനായിട്ട് പല പല കേസസ് ഉണ്ട്. അപ്പം അതിൽ ഓരോരോ ഇക്വേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ കേസായിട്ട് നോക്കാം. ആൻഡ് ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ ഓർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് ഓരോ ഇക്വേഷൻസ് എഴുതി നോക്കുക. ഓക്കെ, ആൻഡ് വീണ്ടും എഴുതുക. ആൻഡ് എത്ര വട്ടം നിങ്ങൾക്ക് കംഫർട്ട് ആകുന്നോ അതുവരെ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ വീണ്ടും എഴുതി പഠിക്കുക. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഇത് എഴുതി പഠിക്കണം, എന്നിട്ട് നമുക്ക് അടുത്ത കേസിലോട്ട് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് കേസിലോട്ട് പോകാം. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നു ടി ഓഫ് എൻ ഈക്വൽ ടു 4 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ റേസ് ടു എൻ എന്ന് വരുന്നു. ഓക്കെ, ഈ ഒരു കേസിലാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് എയുടെ വാല്യൂ എന്താണ്, എ 4 ആണ് അല്ലേ, ബി എന്താണ് 2, അതേപോലെ കെ എന്താണ്, കെ എന്ന് പറയുന്നത് 1 ആണ്. കെ ഇത് ഓർമ്മയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല, എൻ റേസ് ടു കെ ലോഗ് റേസ് ടു പി ഓഫ് എൻ. അപ്പോൾ എൻ റേസ് ടു 1 അല്ലേ, അപ്പം കെയുടെ വാല്യൂ 1 ആണ്. ഇവിടെ ലോഗ് ടേം ഉണ്ടോ, ഇല്ല, അപ്പം പിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എ എഴുതിക്ക്, പിന്നെ ബി റേസ് ടു കെ എന്താണ്, ബി റേസ് ടു കെ എ എന്ന് പറയുന്നത് 4 ആണ്, ആൻഡ് ബി റേസ് ടു കെ എന്ന് പറയുന്നത് 2 റേസ് ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ്, ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഏത് ഇക്വേഷൻ ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ ഓഫ് ലോഗ് എൻ റേസ് ടു ലോഗ് ഓഫ് ബി എ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ എന്താണ്, ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്, എൻ റേസ് ടു ലോഗ് ഓഫ് ബി എ. ഓക്കെ, മനസ്സിലായല്ലോ. ഇങ്ങനത്തെ ഒരു കേസ് വരുന്നെങ്കിൽ, അതായത് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് ഓഫ് ബി എ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ ഇല്ലേ, ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് ബി ബേസിലാണ് വരുന്നത്, ബി ബേസിലാണ് വരുന്നത്, ആൻഡ് എ നമുക്ക് അകത്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, തീറ്റ ഓഫ് എൻ ഓഫ് ലോഗ് ബിയുടെ വാല്യൂ 2 ആണ് ആൻഡ് 4 ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ലോഗ് 4 ടു ദ ബേസ് 2 എന്താണ്, 2 ആണല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും, തീറ്റ ഓഫ് എൻ സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ, നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയില്ലേ. ഇതിലാണെങ്കിൽ നമുക്ക് അല്ലാതെ റിക്കറൻസ് റിലേഷൻസ് ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്കാണെങ്കിൽ ആദ്യമേ ടി ഓഫ് എൻ കണ്ടുപിടിക്കണം. എനിക്ക് ഈ ഒരു ഇതിലാണെങ്കിൽ ഇറ്ററേഷൻ മെത്തഡിലും കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ടി ഓഫ് എൻ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാനൊരു ജനറൽ ഫോർമുല കണ്ടുപിടിക്കണം അല്ലേ. എന്നിട്ടാണ് എനിക്ക് അവസാനം ഈ ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റുന്നത്. അതിനും പകരം നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് മാസ്റ്റർ മെത്തേഡ് കൊടുത്താൽ എനിക്കൊരു ജനറൽ ടേം കണ്ടുപിടിക്കുന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് എല്ലാ മെത്തേഡും ഈ ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ പെട്ടെന്ന് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. ഈ നിങ്ങൾക്ക് നല്ല ഇത് ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഗോ വിത്ത് ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ തന്നെ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതാകുമ്പോൾ തെറ്റിക്കാനുള്ള ചാൻസും കുറവാണ്, കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ എ ബി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, എ വാല്യൂ കണ്ടുപിടിക്കണം, ബി വാല്യൂ കണ്ടുപിടിക്കണം, കെ ആൻഡ് പി. ഓക്കെ, ആൻഡ് എയും ബി റേസ് ടു കെയും നമ്മൾ കമ്പയർ ചെയ്യണം. ഇപ്പം ഗ്രേറ്റർ ദാൻ 1 അത് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ എന്തായിരിക്കും, കാരണം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനമായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് അതെന്താണ്, ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഇങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ കൊടുക്കുമ്പോഴേ എനിക്ക് അതിൻ്റെ ഇതെന്താണ് കിട്ടിയത്, തീറ്റ ഓഫ് എൻ സ്ക്വയർ എന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അതായത് കേസ് 1 എന്താണ്, എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ എന്താണ് വരുന്നത്, ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ്
ബി ടു ദ ബേസ് എ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഞാൻ ഒന്നുകൂടെ എഴുതിയത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകാനാണ്. ആൻഡ് നിങ്ങൾ ഈ ഇക്വേഷൻസ് എല്ലാം വീണ്ടും എഴുതി വയ്ക്കുക. ഓക്കെ, ആൻഡ് ചെറിയൊരു ഷോർട്ട് നോട്ട്സ് പോലെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ആൻഡ് നമുക്കിനി അടുത്ത കേസിലോട്ട് പോകാം. നമ്മൾ 3 കേസസ് ആണ് പറയുന്നത്. ഈ 3 കേസസും എയും ബി റേസ് ടു കെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെച്ചിട്ടുള്ള കേസാണ്. ഫസ്റ്റ് കേസ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് കേസ് അത് രണ്ടും ഈക്വൽ ആകുന്ന കേസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവ രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? എ എം ബി റേസ് ടു കെ, അതായത് എ ഈക്വൽ ടു ബി റേസ് ടു കെ. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ, സെക്കൻഡ് കേസ് വരുന്നത്. എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ, അപ്പം എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പി എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ, ഓക്കെ, പി ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ ലോഗ് എൻ റേസ് ടു ലോഗ് ബി എ. ഈ സെയിം കണ്ടീഷൻ തന്നെയാണ്, കണ്ടോ? അതായത് പി ലെസ് ദാൻ -1 ആണെങ്കിൽ ഫസ്റ്റ് എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണ്. ആൻഡ് ഇതിൽ തന്നെ കുറേ സബ് കണ്ടീഷൻ ഉണ്ട്. അതായത് പി ലെസ് ദാൻ -1 ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വരുന്നത്? ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ ലോഗ് ബി ടു ദ എ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ് വരുന്നത്? പി ഈക്വൽ ടു -1. അതായത് പിയുടെ വാല്യൂ -1 ആണെങ്കിലോ ആ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് നോക്കാം. ടി ഓഫ് എൻ എന്ന് പറയുന്നത് എൻ റേസ് ടു ലോഗ് ബി ടു ദ ബേസ് എ. അതെല്ലാം സെയിം ആണല്ലേ? നെക്സ്റ്റ് ആയിട്ട് എന്താണ് വന്നത്? ഇവിടെ ഒരു ലോഗ് സ്ക്വയർ ഓഫ് എൻ വന്നല്ലേ? അതാണ് നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് വന്നത്, ലോഗ് സ്ക്വയർ ഓഫ് എൻ. ഓക്കെ, തീറ്റ ഓഫ് എൻ ലോഗ് ബി ടു ദ എ, പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ലോഗ് സ്ക്വയർ ഓഫ് എൻ വന്നു. ഇതാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കേസിൽ വരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ഏതാണ് വരുന്നത്? പി ഗ്രേറ്റർ ദാൻ -1 ആണല്ലേ? പി ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ എങ്ങനെ വരും? പി ഗ്രേറ്റർ ദാൻ -1 നമ്മൾ മിക്കുള്ള കേസസിലും വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കേസിൽ എന്താണ് വരുന്നത്? ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ്, നോക്കിക്കേ, എൻ റേസ് ടു ലോഗ് ബി ടു ദ എ ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് റേസ് ടു പി പ്ലസ് 1 ഇൻറ്റു എൻ. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? എൻ ലോഗ് ബി എ ഇൻറ്റു ലോഗ് ഓഫ് പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 1 ഓഫ് എൻ, ലോഗ് റേസ് ടു പി പ്ലസ് 1 ഓഫ് എൻ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 കണ്ടീഷൻസ് നോക്കിയല്ലോ. അതായത് നമുക്ക് എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ, അതായത് എ ഈക്വൽ ടു ബി റേസ് ടു കെ എന്നുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നെങ്കിൽ, ഇപ്പോൾ നമുക്ക് 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ, ഈ ഒരു കണ്ടീഷൻ തന്നെ എടുക്കാം. ഈ ഒരു കണ്ടീഷനിൽ ഓരോന്നിൻ്റെ വാല്യൂ എല്ലാവരും പറഞ്ഞ് എയ്ക്ക് എത്ര ആയിരിക്കും വരുന്നത്? A2 ആയിരിക്കും അല്ലേ? ബി എത്ര ആയിരിക്കും? B2 ആയിരിക്കും. കെ എത്രയാണ്? എൻ റേസ് ടു കെൻ്റെ ലോഗ് റേസ് ടു പി എൻ. അപ്പം K1 ആണ് ആൻഡ് P 0 ആണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ഈ ഒരു കേസിൽ നമുക്ക് ഏതായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അപ്പം എ എത്രയാണ്? എ എത്രയാണ്? 2 ആണ്. ബി റേസ് ടു കെ എത്രയാണ്? ബി റേസ് ടു കെ എന്ന് പറയുന്നത് 2 റേസ് ടു 1 ആണ്. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈക്വൽ ആണ്. പിന്നെ പിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. നമ്മൾ ഈ ഒരു കേസിൽ സെക്കൻഡ് കണ്ടീഷനിൽ എന്താണ് നോക്കുന്നത്? പിയുടെ വാല്യൂ -1 വലുതാണോ ചെറുതാണോ ഈക്വൽ ആണോ എന്ന് നമ്മളൊരു സബ് കണ്ടീഷനും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് ലെസ് ദാൻ -1 ആണെങ്കിൽ എന്താണ്? നമ്മുടെ കേസ് 1 തന്നെ പോകുക അല്ലേ? ഇപ്പം ഈക്വൽ ടു -1 ആണെങ്കിൽ ഇപ്പം ഞാനിവിടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലോഗ് റേസ് ടു പി പ്ലസ് 1 ഇൻറ്റു എൻ. അതെന്താ? ലോഗോ 0 തന്നെ ആകും അല്ലേ? അതാണ് നമ്മളിവിടെ ഒരു സെപ്പറേറ്റ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. -1 ആണെങ്കിൽ എന്തായിരിക്കും? എൻ റേസ് ടു ലോഗ് ഓഫ് ബി എ ഇൻറ്റു ലോഗ് സ്ക്വയർ ഓഫ് എൻ. ഓക്കെ, ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിലോ ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് ബി എ ഇൻറ്റു ലോഗ് റേസ് ടു പി പ്ലസ് 1 ഇൻറ്റു എൻ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ ഒരു കണ്ടീഷനിൽ പി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ -1 അല്ലേ? അപ്പോൾ എനിക്ക് ഏതായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന? ഈ ഒരു മെത്തേഡ് അല്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തായിരിക്കും വരുന്നത്? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ ലോഗ് ബി ടു ദ ബേസ് എ ലോഗ് ഓഫ് പി പ്ലസ് 1 ഇൻറ്റു എൻ. ഇങ്ങനെ ആയിരിക്കുമല്ലേ എനിക്ക് വരുന്നത്? അപ്പോൾ ഞാൻ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ വാല്യൂസും എനിക്കുണ്ട്. അപ്പം തീറ്റ ഓഫ് എൻ എല്ലാവരും എഴുതിക്ക്, എൻ്റെ കൂടെ എഴുതിക്ക്. ബിയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. എയുടെ വാല്യൂ എത്രയാണ്? അതും 2 ആണ്. ഓക്കെ, ആൻഡ് ലോഗ് ഓഫ് റേസ് ടു പി പ്ലസ് 1 എത്രയാണ്? ലോഗ് ഓഫ് 0 പ്ലസ് 1. അപ്പോൾ ലോഗ് ഓഫ് 1 ഇൻറ്റു എൻ. ഇങ്ങനെ ആയിരിക്കും അല്ലേ വരുന്നത്? അങ്ങനെ ആകുമ്പോൾ എൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും വരുന്നത്? തീറ്റ ഓഫ് എൻ ലോഗ് എൻ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ എൻ്റെ ഇറ്ററേറ്റീവ് എൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ് വരുന്നത്? എൻ ലോഗ് എൻ ആണ് വരുന്നത്. ഓക്കെ,
എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു കണ്ടീഷൻ കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് ആദ്യമേ എയും ബി റേസ് ടു കെ എ ബി കെ പി എഴുതണം. എന്നിട്ട് എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പം ഗ്രേറ്റർ ദാൻ ഇപ്പോൾ എ ആണ് വലുതെങ്കിൽ നമ്മൾ ഏത് കണ്ടീഷൻ നോട്ടും ഫസ്റ്റ് കണ്ടീഷൻ അത് ജസ്റ്റ് ഇത് എഴുതിയാൽ മതി. എൻ ഓഫ് ലോഗ് ബി ടു ദ ബി ലോഗ് ബി ടു ദ എ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കണ്ടീഷൻ എന്ത് എഴുതും, ഈക്വൽ ടു ബി റേസ് ടു കെ എന്ന് കണ്ടുപിടിക്കും. ആൻഡ് പി വെച്ച് നമുക്ക് നോക്കണം. ഓക്കെ, പി ലെസ് ദാൻ -1 ആണെങ്കിൽ നമ്മുടെ മുൻ കേസ് 1 തന്നെയാണ്. ഈ പി ഈക്വൽ ടു -1 ആണെങ്കിൽ ലോഗ് സ്ക്വയർ ഓഫ് എൻ, ആൻഡ് ഗ്രേറ്റർ ദാൻ ആണ് -1 ആണെങ്കിൽ ലോഗ് പി പ്ലസ് ലോഗ് റേസ് ടു പി പ്ലസ് 1 ഇൻറ്റു എൻ, അങ്ങനത്തെ ഒരു കണ്ടീഷനും കൂടെ വരും. ഇതാണ് നമ്മുടെ 2 കണ്ടീഷൻസ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഒരു എക്സ്ട്രാ കണ്ടീഷനും കൂടെ ഉണ്ട്. അതായത് നമ്മളിപ്പം എയും ബിയും ലെസ് ദാൻ ഉള്ള ഒരു കണ്ടീഷൻ നോക്കി, ഈക്വൽ കണ്ടീഷൻ നോക്കി. ഇനി നമുക്ക് ഏത് കണ്ടീഷനാണ് നോക്കാനുള്ളത്, ലെസ് ദാൻ കണ്ടീഷൻ വരുമ്പോൾ അല്ലേ. അപ്പം എ ലെസ് ദാൻ ബി റേസ് ടു കെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എ ലെസ് ദാൻ ബി റേസ് ടു കെ. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ വീണ്ടും എന്താണ് നോക്കുന്നത്, പിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, പിയുടെ വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പിയുടെ വാല്യൂ ഇവിടെ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്, ടി ഓഫ് എൻ ഈക്വൽ ടു 0 ഓഫ് എൻ റേസ് ടു കെ. അത് കുറച്ചുകൂടെ സിമ്പിളാണ് അല്ലേ, ഓഫ് എൻ റേസ് ടു കെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് അടുത്തത് പി ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലോ ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു കെ ഇൻറ്റു ലോഗ് റേസ് ടു പി എൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുൻപേ നോക്കിയത് എന്തായിരുന്നു, എൻ റേസ് ടു ലോഗ് ബി എ എന്നുള്ള ഒരു ഫോമിലായിരുന്നു. ഇവിടെ എന്താണ് വരുന്നത്, നമ്മുടെ ലോഗ് ബി എക്ക് പകരം നമ്മൾ കെ ആണല്ലേ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ മുൻപേ എന്തായിരുന്നു എഴുതിയ ലോഗ് ബി എന്ന് എഴുതി അല്ലേ, ഇവിടെ എന്താണ് എഴുതുന്നത്, എൻ റേസ് ടു കെ എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ഇപ്പം കെയുടെ വാല്യൂ അതായത് എ ഗ്രേറ്റർ ദാൻ എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ടി ഓഫ് എൻ ഈക്വൽ ടു ഓഫ് എൻ റേസ് ടു കെ എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പി ഓഫ് ഗ്രേറ്റർ ദാൻ, ഇനി പിയുടെ വാല്യൂ അതായത് ലെസ് ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ളൂ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താകും, എൻ റേസ് ടു കെ ഇൻറ്റു ലോഗ് റേസ് ടു പി ഓഫ് എൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള വേറൊരു ഫോം കൂടെ നോക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ എഴുതുന്നത് ഒരു എക്സാമ്പിൾ പോലെ എഴുതാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ ഓക്കെ, ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ. ഓക്കെ, എൻ ലോഗ് എൻ എന്ന് കൂടെ കിടക്കട്ടെ. ഓക്കെ, ആൻഡ് ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് എങ്ങനെയാണ് വരുന്നത്, എൻ്റെ ഓരോരോ വാല്യൂസ് പറഞ്ഞ് എ ഈക്വൽ ടു 1 അല്ലേ, പിന്നെ എന്താണ് ബി ഈക്വൽ ടു 2. ഇത് നോക്കി പറഞ്ഞ് എ ഈക്വൽ ടു ബി, എൻ ഈക്വൽ ടു 2. അപ്പോൾ എൻ എന്തായാലും കെ എന്തായിരിക്കും, കെ ഈക്വൽ ടു എൻ ലോഗ് എൻ. അപ്പം കെ 1, പി എത്ര ആയിരിക്കും, പി എം ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കണ്ടീഷനിൽ നോക്കാം. ഈ ഒരു കണ്ടീഷനിൽ എയും ബി റേസ് ടു കെ നോക്കാം. എ ബി റേസ് ടു കെ, എ എത്രയാണ്, ബി റേസ് ടു കെ 2 ആണല്ലേ. അപ്പം എ ബി റേസ് ടു കെ അല്ലേ വലുത്. അതുകൊണ്ട് ഇത് നമ്മുടെ എന്താണ്, തേർഡ് കേസ് തന്നെയാണ്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താണ് നോക്കുന്നത്, അതായത് പിയുടെ വാല്യൂ 0യുടെ ചെറുതാണോ വലുതാണോ നോക്കാം. പിയുടെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പം ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. അപ്പം ഏത് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടി ഓഫ് എൻ എത്ര വരും, ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് റേസ് ടു പി എൻ എന്ന് വരും. അപ്പോൾ എൻ്റെ ഓരോരോ ഇക്വേഷൻസ് പറഞ്ഞ എല്ലാവരും നമ്മുടെ കെയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം, എൻ ആൻഡ് പിയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പം തീറ്റ ഓഫ് എൻ ലോഗ് എൻ. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസിലാണ് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് എനിക്കിപ്പം എയുടെ വാല്യൂ ബി റേസ് ടു കെയുടെ കട്ടി വലുതായാൽ ഞാൻ ഏത് ടേം ആയിരിക്കും എനിക്കുള്ളപ്പോഴും എടുക്കുന്നത്, ഈ ഒരു ടേം ആയിരിക്കും എല്ലാം എടുക്കുന്നത്. കാരണം നോക്കിയാൽ മതി, എൻ റേസ് ടു കെ ലോഗ് ഓഫ് പി റേസ് ടു എൻ. അപ്പോൾ അത് ഏതിലെ ടേമാണ്, ഈ ഒരു ടേം ആയിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് ജസ്റ്റ് തേർഡ് കണ്ടീഷനിൽ എന്താണ് വരുന്നത്, അതായത് എ ഈസ് ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ ഞാൻ എന്തെടുക്കും, ഈ കണ്ടീഷൻ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, എൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട്. ആൻഡ് പിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതായത് ഇത് നെഗറ്റീവ് ആണെങ്കിൽ, പിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതായത് ഇത് ഡിവൈസറിൽ വന്നാൽ ഞാൻ ഈ എൻ റേസ് ടു കെയുടെ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഞാനിപ്പോൾ എന്താണ് ചെയ്തതെന്ന്, അതായത് നമുക്ക് 3 കണ്ടീഷൻസ് പഠിച്ചു. അതായത് എയും ബി റേസ് ടു കെയും വെച്ചിട്ട് ഇപ്പം എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ, ഇപ്പം തേർഡ് കേസ് നമുക്കൊന്നുകൂടെ നോക്കാം. എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ എന്താണ് ചെയ്തത്, എന്നിട്ട് ഞാൻ
എന്നിട്ട് ഞാൻ എന്താണ് ചെയ്തത്, എന്നിട്ട് ഞാൻ പിയുടെ ടേംസ് കമ്പയർ ചെയ്തു അല്ലേ. കമ്പയർ ചെയ്തപ്പം പി ലെസ് ദാൻ 0 ആണെങ്കിലോ, പി ലെസ് ദാൻ 0 ആണെങ്കിൽ ഞാൻ ടി ഓഫ് എൻ ഈക്വൽ ടു ഓഫ് എൻ റേസ് ടു കെ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ആൻഡ് പി ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലോ, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഒന്നും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ലോഗൻ 0 ആണെങ്കിൽ എനിക്ക് ഇങ്ങനെയായിട്ട് എഴുതാം. ഇപ്പം എൻ അപ്പം പി 0 ആണെങ്കിൽ എങ്ങനെ വരും, എൻ റേസ് ടു കെ ലോഗ് 0 എൻ, അതെന്താണ് എൻ റേസ് ടു കെ എന്ന് തന്നെ ഇരിക്കും അല്ലേ. അത് ജസ്റ്റ് പി ഗ്രേറ്റർ ദാൻ വന്നാൽ ഈ ഒരു ടേം മാത്രമേ നമുക്ക് വരുള്ളൂ. ഓക്കെ. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഓരോരോ ഫോംസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. 3 കേസസ് ആണ് പഠിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഫസ്റ്റ് ഏതാണ്, എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് ബി എ ചെയ്യും. പിന്നെ എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിലോ പി ലെസ് ദാൻ മൈനസ് ആണോ നോക്കും. അങ്ങനെയാണെങ്കിലോ ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് ബി എ നോക്കും. അല്ലെങ്കിലോ പി ഈക്വൽ ടു -1 ആണെങ്കിലോ എന്ത് ചെയ്യും, ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് ബി എ ഇൻറ്റു ലോഗ് സ്ക്വയർ ഓഫ് എൻ എന്ന് ചെയ്യും. ആൻഡ് പി ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിലോ ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ ലോഗ് ബി എ ഇൻറ്റു ലോഗ് റേസ് ടു പി പ്ലസ് 1 ഇൻറ്റു എൻ. ഓക്കെ. ഈ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് പിന്നെ എന്താണ് ചെയ്യുന്നത്, എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ പിയുടെ കണ്ടീഷൻസ് നോക്കും. പി അപ്പം ഓർക്കുക, ഇവിടെ തെറ്റിപ്പോകരുത്. ഇവിടെ ഞാൻ എന്ത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, -1 വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം ഇപ്പം പിന്നെ ഇവിടെ 1ൽ 2ൽ വരുന്ന എൻ ലോഗ് ബി ടു ദ എ എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. ഓക്കെ. ആൻഡ് തേർഡ് കേസിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, പിന്നെ 0 ആയിട്ട് കമ്പയർ ചെയ്യും. പിന്നെ ലെസ് ദാൻ 0 ആണെങ്കിൽ ഓഫ് എൻ റേസ് ടു കെ ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് പി എൻ ആണ്. അതായത് അത് ഈ ഒരു ടേം തന്നെയാണ്. ഓക്കെ. ആൻഡ് നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, സോൾവ് ദ ഫോളോയിങ് റിക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം. ഓക്കെ. നമുക്കപ്പം അതിൻ്റെ ഒരു ഫോം വന്നിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് എന്താണ് ഫോം വന്നിട്ടുള്ളത്, ടി ഓഫ് എൻ ഈക്വൽ ടു 3 ഇൻറ്റു n/2 പ്ലസ് n സ്ക്വയർ. ഓക്കെ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് മാസ്റ്റേഴ്സ് തിയറം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യമേ തന്നെ അതിൻ്റെ ഒരു ജനറൽ ഫോർമുല എഴുതണം. അപ്പോൾ എന്താണ് നമ്മുടെ ജനറൽ ഫോർമുല എങ്ങനെയാണ് വരുന്നത്, ടി ഓഫ് എൻ ഈക്വൽ ടു, നിങ്ങളെല്ലാവരും അല്ലാതെ ഒന്ന് എഴുതി നോക്കിക്കേ. ഇനി കുറച്ചുകൂടെ പ്രാക്ടീസ് ആണെങ്കിൽ ഇത് നോക്കി എഴുതുക. ആൻഡ് ടി ഓഫ് എൻ ഈക്വൽ ടു എന്താണ് വരുന്നത്, എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി പ്ലസ് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് റേസ് ടു പി ഓഫ് എൻ അല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്നിട്ട് അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അത് ഏതൊക്കെയാണ്, എയും ബിയും കെയും പിയും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ ആണല്ലേ ഉള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പം 3 ഇൻറ്റു ഇവിടെ എന്താണ് വരുന്നത്, ടി ഓഫ് എൻ ഈക്വൽ ടു 3t n/2 പ്ലസ് എൻ സ്ക്വയർ. അപ്പം എയുടെ വാല്യൂ എന്തായിരിക്കും, എയുടെ വാല്യൂ 3 ആണല്ലേ. ആൻഡ് ബിയുടെ വാല്യൂ 2 ആൻഡ് കെയുടെ വാല്യൂ 2 ആൻഡ് പിയുടെ വാല്യൂ 1. ഓക്കെ. ആൻഡ് എൻ റേസ് ടു കെ എന്നാണ് വരുന്നത്. അപ്പോൾ എൻ സ്ക്വയർ, പിന്നെ ലോഗ് റേസ് ടു പി ലോഗ് ടേം ഇല്ല, അപ്പം പി 0 തന്നെയാണ്. ഓക്കെ. ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഇത് വെച്ചിട്ട് എ 3 ആണ്, n/2 ആയതുകൊണ്ടാണ് n/b ആണ്. അപ്പം ബിയുടെ വാല്യൂ എത്രയാണ്, 2 തന്നെ ആയിരിക്കും. ആൻഡ് എൻ സ്ക്വയർ ആണ്, അപ്പം എൻ റേസ് ടു കെയുടെ വാല്യൂ 2 തന്നെ ആയിരിക്കും. ഓക്കെ. ഇനി എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, യെസ്, അതായത് എയും ബി റേസ് ടു കെയും എഴുതുക. അപ്പം എയുടെ വാല്യൂ എന്താണ്, 3 ആണ്. ബി റേസ് ടു കെയുടെ വാല്യൂ 2 റേസ് ടു 2, അതായത് 2 റേസ് ടു 2 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്, ഈ കേസാണ് വലുത്. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ. ഇത് ഏത് കേസായിരിക്കും വരുന്നത്, ഒന്ന് ഓർത്ത് നോക്കിക്കേ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് ഒന്ന് നോക്കിക്കേ. നമ്മുടെ തേർഡ് കണ്ടീഷൻ ആണല്ലേ വരുന്നത്. അപ്പം തേർഡ് കണ്ടീഷനിൽ എന്താണ് പറയുന്നത്, തേർഡ് കണ്ടീഷനിൽ നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്, പി ഈക്വൽ ടു 0, പി 0 വെച്ച് കമ്പയർ ചെയ്യല്ലേ, പി 0 വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 0 വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഏതൊക്കെ കണ്ടീഷൻസ് ആണുള്ളത്,
ഒന്നെന്ന് പറയുന്നത് പി ലെസ് ദാൻ 0 ആണ്, മറ്റേതെന്ന് പറയുന്നത് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇവിടെ പിയുടെ വാല്യൂ എന്താണ് 0 എന്നാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ കൂടെ തന്നെ ചെയ്ത് പോകുക. ഓക്കെ, അപ്പം പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏത് ഇക്വേഷനാണ് ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ടി ഓഫ് എൻ ഈക്വൽ ടു നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ വരും? തീറ്റ ഓഫ് എൻ റൈസ് ടു കെ ലോഗ് ഓഫ് പി എൻ. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈം കോംപ്ലക്സിറ്റി വരുമ്പം ഇതായിരിക്കും നമ്മുടെ ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ടൈം കോംപ്ലക്സിറ്റി ഇല്ലാത്ത ടേം ആയിരിക്കും നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? നമ്മുടെ ടി ഓഫ് എൻ റൈസ് ടു കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ടി ഓഫ് തീറ്റ ഓഫ് എൻ റൈസ് ടു കെ എന്താണ്? കെയുടെ വാല്യൂ എന്താണ്? 2 ആണല്ലേ. ആൻഡ് ലോഗ് ഓഫ് പി ആണ് വരുന്നത്. പിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. ലോഗ് റൈസ് ടു 0 റൈസ് ടു ഇൻറ്റു എൻ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? തീറ്റ ഓഫ് എൻ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ് കിട്ടിയത്? തീറ്റ ഓഫ് എൻ സ്ക്വയർ ആണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ സ്ക്വയർ ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കുക, ഫസ്റ്റ് നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ ആദ്യമേ ജസ്റ്റ് ഇത്ര സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ എയും നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടി ഓഫ് എൻ ഈക്വൽ ടു 3 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 ഇൻറ്റു പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ എ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. ആൻഡ് ബി റൈസ് ടു കെ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എൻ ബൈ ബി എന്നുള്ളൊരു ഫോമിലാണ് അല്ലേ. അപ്പം ബി 2 ആണ്. അതേപോലെ കെ എന്താണ്? കെയും 2 ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു കേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എയും ബി റൈസ് ടു കെയും എഴുതും. അപ്പോൾ അതിൽ ഏതാണ് കമ്പയർ ചെയ്യുന്നത്? ബി റൈസ് ടു കെ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? എ ഗ്രേറ്റർ ദാൻ ബി റൈസ് ടു കെ. അപ്പോൾ എന്തായിരിക്കും? കേസ് 3 ആയിരിക്കും അല്ലേ. അപ്പം കേസ് 3 എന്ന് കണ്ടുപിടിച്ച് ഞാൻ അടുത്ത് എന്ത് ചെയ്യണം? പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. പി ഈക്വൽ ടു 0 ആയതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം? ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഇൻറ്റു എൻ റൈസ് ടു കെ ലോഗ് പി എൻ അങ്ങനെയായിട്ട് എഴുതാം അല്ലേ. അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ടി ഓഫ് കെയുടെ വാല്യൂ 2, പിയുടെ വാല്യൂ 0. ആൻഡ് എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? തീറ്റ ഓഫ് എൻ സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിലെ ഇക്വേഷൻസ് എല്ലാം കണ്ടുപിടിച്ചാൽ നമുക്ക് ടക്കണ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ജസ്റ്റ് ഇത്ര സ്റ്റെപ്സ് മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ. ആൻഡ് അല്ലാതെ ഈ ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണെങ്കിൽ നമ്മൾ കുറേ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് അതിൽ എറേഴ്സ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇറ്ററേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഞാൻ ടി ഓഫ് എൻ ബൈ 2 ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ. അപ്പം 3 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 4 എന്ന് വരും പ്ലസ് എൻ ബൈ 2 സ്ക്വയർ എന്ന് വരും. അപ്പം എൻ ബൈ 2 ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് ഞാൻ വീണ്ടും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ ഇവിടെ 2ൻ്റെ വാല്യൂ വരുന്നതുകൊണ്ട് അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് ഇത് കോംപ്ലിക്കേഷൻ വേറൊരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പം അതെല്ലാം നമ്മളിങ്ങനെ അക്കൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തെറ്റാനുള്ള പ്രോബബിലിറ്റി കുറച്ചുകൂടെ കൂടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ഫോമിലാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ ജനറൽ ഫോം എഴുതണം. ജനറൽ ഫോം എന്താണ്? എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി. എന്നോട് എഴുതിക്ക് എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി പ്ലസ് തീറ്റ ഓഫ് എൻ റൈസ് ടു കെ ഇൻറ്റു ലോഗ് ഓഫ് പി ടു ദ എൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. പിന്നെ ഈ ജനറൽ ഫോം വെച്ചിട്ട് നിങ്ങൾ എയും ബിയും കെയും പിയും വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റൈസ് ടു കെ ലോഗ് പി എൻ ആ ഒരു ഇക്വേഷൻ ആണെന്ന് ഓർക്കുക. ആൻഡ് അത് നമ്മൾ ആ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഈ ഒരു ഇക്വേഷൻ ആണ് ഉള്ളത്. പിന്നെ നിങ്ങൾ അങ്ങനെ ഓർക്കേണ്ട, എല്ലാത്തിനും ഒരു ജനറൽ ഫോം തന്നെ ഉള്ളത്. എൻ റൈസ് ടു ലോഗ് b to the a and log raised to pn. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറൻസ് വരുന്നത് ഈ a ഗ്രേറ്റർ ദാൻ b റേസ് ടു k ആണെങ്കിൽ, അത് ഈ കെയുടെ വാല്യൂ വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എൻ റേസ് ടു k എന്ന് എഴുതും. അല്ലെങ്കിൽ എൻ റേസ് ടു ലോഗ് ബി എന്ന് തന്നെ വരും. പിന്നെ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പം ഈ a ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പിന് P+1 കൊടുക്കും. ഓക്കെ, ഈ ഈക്വൽ ടു ആകുന്ന കണ്ടീഷനിൽ P+1 കൊടുക്കും. അല്ലാത്ത കണ്ടീഷനിൽ എന്തായിരിക്കും? നമ്മൾ പി എൻ ആയിരിക്കും. അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ. അപ്പം ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് ഇത് വരും, പിന്നെ ലോഗ് ഓഫ് റേസ് ടു P+1 വരും. ഇല്ലെങ്കിൽ എന്ത് വരും? ലോഗ് ഓഫ്
പി എൻ വരും. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇക്വേഷൻസ് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക, പെട്ടെന്ന് ഓർക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ, അതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? അതായത് ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ്, തീറ്റ ഓഫ് n റൈസ് ടു log b, ഇതൊക്കെയാണ് നമ്മുടെ 3 ഇക്വേഷൻസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ദ ഫോളോയിങ് റിക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് വരുന്നത്? ടി ഓഫ് എൻ ഈക്വൽ ടു 2 × ടി ഓഫ് n ബൈ 2 പ്ലസ് n log of n. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് എഴുതേണ്ടത്? ഏത് മാസ്റ്റേഴ്സ് തിയറം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആദ്യമേ തന്നെ ഇക്വേഷൻ എഴുതുക, a × ടി ഓഫ് n ബൈ ബി പ്ലസ് തീറ്റ ഓഫ് n റേസ് ടു k log റേസ് ടു പി എൻ അല്ലേ? ഇതില്ല നമ്മുടെ ഇക്വേഷൻ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് ഏതൊക്കെ എ ബി പി കെ, ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പം എയുടെ വാല്യൂ എത്രയാണ് നോക്കിക്കേ, എല്ലാവരും 2 ആണല്ലേ. ആൻഡ് ബിയുടെ വാല്യൂ n ബൈ ബി, ഇവിടെ n ബൈ 2 ആണ്, അപ്പം ബിയുടെ വാല്യൂ 2 ആണ്. ആൻഡ് ഇവിടെ n റേസ് ടു k log പി എൻ, അപ്പം ഇവിടെ n log n ആണ്. അപ്പം കെയുടെ വാല്യൂ 1 ആണ്, പിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് കിട്ടിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂസ്. ഇനി എന്ത് ചെയ്യണം? എയും ബി റേസ് ടു കെയും കണ്ടുപിടിക്കണം. എ എത്രയാണ്? 2 ആണ്. ബി റേസ് ടു കെയോ 2 റേസ് ടു 1 ആണ്, 2 ആണ്. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഏത് കണ്ടീഷൻ ആയിരിക്കും? സെക്കൻഡ് കണ്ടീഷൻ ആണ്. സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ എന്താണ് പറയുന്നത്? പിയുടെ വാല്യൂ ഈക്വൽ ടു, എല്ലാവരും നോട്ട് നോക്കിക്കേ, പിയുടെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ? പി -1 ആയിട്ട് കമ്പയർ ചെയ്യും, അത് ഗ്രേറ്റർ ആണോ ലെസ് ആണോ ഈക്വൽ ആണോ എന്ന്. അപ്പം നമുക്ക് ഇപ്പം പിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പം പി എന്താണ്? പി ഗ്രേറ്റർ ദാൻ -1 ആണ് അല്ലേ? അപ്പം പി ഗ്രേറ്റർ ദാൻ -1 കണ്ടീഷനിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എല്ലാവരും നോക്കിക്കേ, ടി ഓഫ് n ഈക്വൽ ടു തീറ്റ ഓഫ് n റേസ് ടു log b ഇൻറ്റു log റേസ് ടു p പ്ലസ് 1 ഇൻറ്റു n. ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ വന്നത്. അതായത് പി ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ ടി ഓഫ് n ഈക്വൽ ടു തീറ്റ ഓഫ് n റേസ് ടു log b ടു ദ a ആൻഡ് log റേസ് ടു p പ്ലസ് 1 ഓഫ് n. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എയും ബിയും പിയുടെ വാല്യൂസ് ഇല്ല, അപ്പോൾ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ ഡയറക്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, n റേസ് ടു log ഓഫ് ബിയുടെ വാല്യൂ എന്താണ്? ബേസ് എന്താണ്? 2. എയുടെ വാല്യൂ എന്താണ്? അതും 2. ഓക്കെ, ആൻഡ് log ഓഫ് n റേസ് ടു പി പ്ലസ് 1. 1 എത്രയാണ്? പി എത്രയാണ്? 1. അപ്പം 1 പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു തീറ്റ ഓഫ് n log 2 ടു 1 ആകും. ആൻഡ് log റേസ് ടു 1 പ്ലസ് 1 എന്താകും? log സ്ക്വയർ ഓഫ് n ആകും അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി ഈ ഒരു ഇക്വേഷൻ അല്ല. ഓക്കെ, ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യമേ ഇതെല്ലാം എ ബി പി കെ എഴുതണം, എന്നിട്ട് ജനറൽ ഫോം എഴുതണം, എ ബി പി കെ എഴുതുക. ആൻഡ് അതിൽ നിന്ന് നമ്മൾ ഓരോരോ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ഈ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, ആൻഡ് ഇത് വീണ്ടും റിവൈസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. n റേസ് ടു log b ടു ദ a log റേസ് ടു p പ്ലസ് 1 ഇൻറ്റു n. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇക്വേഷൻസ് എഴുതിയാൽ മതി. ഇക്വേഷൻസ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. കണ്ടോ, പെട്ടെന്ന് തന്നെ കിട്ടിയത്. അപ്പോൾ n log സ്ക്വയർ ഓഫ് n. അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇറ്ററേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ നമുക്ക് കുറേ ചെയ്യേണ്ടത്, ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? ഓക്കെ, ആൻഡ് ഇതൊന്ന് നോക്കിക്കുക എങ്ങനെയാണ് ചെയ്തതെന്ന്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഓഫ് n ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് n ബൈ 2 പ്ലസ് n log n. ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ആൻഡ് n log n ആയിരുന്നു. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എയുടെ വാല്യൂ 2 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഓക്കെ, കെയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ 1 ആണല്ലേ? ആൻഡ് പിയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, അതെല്ലാം വെച്ചു. എന്നിട്ട് നമ്മൾ എയും ബി റേസ് ടു കെയും കണ്ടുപിടിച്ചു. എയും ബി റേസ് ടു കെയും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എയുടെ വാല്യൂ എത്രയാണ് വന്നത്? എയുടെ വാല്യൂ 2, ബി റേസ് ടു കെ 2. അപ്പം 2 ഈക്വൽ ആണ്. ഓക്കെ, 2 ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് പറയാം? കേസ് 2 ആയിട്ട് പറയാം അല്ലേ? കേസ് 2ൽ എന്താണ് നമ്മൾ പിന്ന് വെച്ചിട്ട് -1 വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? പി ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഏത് കേസായിരിക്കും വരുന്നത്? ടി ഓഫ് എന്നിൻ്റെ കേസായിരിക്കും വരുന്നത്. അതിൻ്റെ ജനറൽ ഇക്വേഷൻ ഏതാണ്? ടി ഓഫ് n ഈക്വൽ ടു തീറ്റ ഓഫ് n റേസ് ടു log b ടു ദ a ആൻഡ് log റേസ് ടു p പ്ലസ് 1 ഇൻറ്റു n. ഇങ്ങനത്തെ ഒരു ഫോമിലാണ് വരുന്നത്.
അപ്പം ഈ ഒരു ഫോമുല n raised to log 2 to the 2 and log raised to 1 plus 1 into n ഇങ്ങനത്തെ ഒരു ഫോമുലാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? t of n equal to theta of n log square n ഇങ്ങനത്തെ ഫോമുലായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ഇതാണ് നമുക്ക് വരുന്ന ഒരു സംഭവം. ആൻഡ് ഇതാണ് നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഫോമുല വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയാലും എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന്? ഫസ്റ്റ് എ ബി കെ പി എഴുതണം. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുലാസ് ഓർത്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഫോർമുലാസ് ഓർത്ത് എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സോ റിക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം സെയിം. ആൻഡ് ടി ഓഫ് എൻ ഇവിടെ ഫോം വന്നിട്ടുണ്ട് 2×n/4 പ്ലസ് n raised to 0.5 ആണ് അല്ലേ? n raised to 0.5 ആണ് ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അത് നമുക്ക് എങ്ങനെ വരും നോക്കാം. ആൻഡ് ഇതിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ജനറൽ ഫോർമുല എഴുതണം. ജനറൽ ഫോർമുല എല്ലാവരും എൻ്റെ കൂടെ എഴുതിക്കുകയും ഇത് കൂടെ തന്നെ ചെയ്തു പോകണം കേട്ടോ. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? a × t of n/b എന്ന് വരും. അതല്ല നമ്മുടെ ഫോം. പിന്നെന്താണ് വരുന്നത്? തീറ്റ ഓഫ് n raised to k log of pn. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ എയുടെ വാല്യൂ എത്രയാണ്? 2 ആണല്ലേ? ആൻഡ് ബിയുടെ വാല്യൂയോ എല്ലാവരും പറഞ്ഞേ 4 ആണ്. ആൻഡ് കെയുടെ വാല്യൂ n raised to k ആണല്ലേ? n raised to k ഇവിടെയാണ് ഒരു വ്യത്യാസം വന്നത് 0.5 ആണ്. പിയുടെ വാല്യൂ എന്താണ്? ലോഗ് ടേം ഇല്ല, അതുകൊണ്ട് 0 തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? എയും ബി raised to k എഴുതുക. ഓക്കെ, ഇവിടെയാണ് കുറച്ച് ട്രിക്കി ആണ്. a = 2 ആണ്. ബി raised to k എന്താണ്? 4 raised to 0.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ 0.5 എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 0.5 എന്താണ്? 4 raised to 0.5 √4.5 ആണല്ലേ? അതായത് 4 raised to 1/2 ആണ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? √4 ആണ്. അപ്പോൾ ഇതെന്താണ്? 2 ആണ്. അപ്പം 4 raised to 0.5 എന്തായിരിക്കും? 2-നെ കാട്ടിലും വലുതായിരിക്കില്ലേ? അപ്പം എന്തായിരിക്കും? നമുക്ക് 0.51 ആണ്. അപ്പോൾ 0.5 എന്തായാലും ഈക്വൽ ആണ്. അപ്പോൾ 0.5 raised to 0.51 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? > 2 ആണെന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇത് ഏത് കേസായിരിക്കും? ഇത് നമ്മുടെ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള നമ്മുടെ കേസ് 3 ആണല്ലേ? കേസ് 3 ആണ്. അപ്പം കേസ് 3ൽ പീനെ അടുത്ത് എന്ത് ചെയ്യണം? പീനെ നോക്കണം അല്ലേ? പീനെ നമുക്ക് 0 വെച്ച് കമ്പയർ ചെയ്യണം. p > 0 അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? സെക്കൻഡ് കണ്ടീഷൻ ആണ്. അപ്പോൾ അതിലെന്താണ് നമ്മൾ എഴുതുന്നത്? t of n = ഓർമ്മയുണ്ടല്ലോ? തീറ്റ ഓഫ് n raised to k log of pn. ഇതാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ കെയുടെ വാല്യൂ എത്രയാ? 0.51 ആണല്ലേ? 0.51. പിയുടെ ടേം എത്രയാ? log raised to 0 of n. അപ്പോൾ എത്രയായിട്ട് വരും? തീറ്റ ഓഫ് n raised to 0.51. ഇതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ആൻഡ് ഇത് നോക്കിക്കേ. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ പെട്ടെന്നൊന്നും പേടിക്കേണ്ട. ഇത് നമ്മുടെ മറ്റേ റിക്കർസീവ് മെത്തേഡിൽ നോക്കിയാൽ കുറച്ചുകൂടെ ഹാർഡായിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു മെത്തേഡിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് കിട്ടും. പിന്നെ ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് ഈ ഫോമുല ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോമുല തന്നെ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കിക്കേ. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എയുടെയും പിയുടെയും കെ പി ഇതിൻ്റെ എല്ലാത്തിനും വാല്യൂസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എയും ബി raised to k. അപ്പോൾ നമുക്ക് എത്ര വാല്യൂ ആണ് കിട്ടുന്നത്? 2.027 അല്ലേ? അപ്പം എന്നിട്ട് അത് വെച്ചിട്ടാണ് നമുക്ക് a < b raised to k ആണെന്ന് കണ്ടുപിടിക്കുന്നു. അത് കേസ് 3 ആണ് അല്ലേ? എന്നിട്ട് കേസ് 3 നമ്മൾ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ കേസ് 3 ആയതുകൊണ്ട് തന്നെ നമ്മൾ പിയുടെ വാല്യൂ നോക്കും. പിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് തീറ്റ n raised to k log pn എന്നാണ്. അപ്പം പിന്നെ നമുക്ക് എന്തെഴുതാം? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കെയുടെയും പിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്നിട്ട് n raised to 0.51 ആണ് നമ്മുടെ ഇതിലെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ ടൈം കോംപ്ലക്സിറ്റി. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിച്ച് സോൾവ് ദ ഫോളോയിങ് റിക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം. ഓക്കെ, ഇതിൽ എന്താണ് വരുന്നത്? t of n = √2 t of n/2 log of n. ഓക്കെ, അതിനതൊരു പുതിയ ഫോമാണ് അല്ലേ? നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതണം? നമ്മുടെ ജനറൽ ടേം എഴുതണം. a × t of n/b
പ്ലസ് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് റേസ് ടു പി എൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ആൻഡ് ഇതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാത്തിനെയും വാല്യൂസ് എഴുതണം. എയുടെ വാല്യൂ എത്രയാണ്? √2 അല്ലേ. ആൻഡ് ബിയുടെ വാല്യൂ 2 ആണ് വരുന്നത് അല്ലേ. ആൻഡ് കെയുടെ വാല്യൂ എല്ലാവരും പറഞ്ഞ് 0. ഇവിടെ കാരണം എന്നിട്ട് ടേം ഇല്ല, അതാണ് 0 വന്നത്. ആൻഡ് ഇവിടെ പി ആണെങ്കിലോ പി ഇവിടെ 1 ആണ്. ഓക്കെ, ആൻഡ് അപ്പം നമുക്ക് നോക്കാം. അപ്പം എയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? √2 ആണ് അല്ലേ. അപ്പം ബി റേസ് ടു കെയോ, ബി റേസ് ടു കെ എന്ന് പറയുന്നത് 2:0 ആണ്, അത് 1 അല്ലേ. അപ്പം √2 എന്ന് പറയുന്നത് 1.414 ആണ് അല്ലേ. അപ്പോൾ ഏതാണ് വലുത്? എ ആണ് വലുത്. അപ്പം ഇത് നമ്മുടെ ഏത് കേസാണെന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ കേസ് 1 ആണ് അല്ലേ. കേസ് 1 ആണ് നമുക്ക് വന്നത്. അപ്പം ഈ കേസ് 1 എങ്ങനെയാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്? അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു. അതായത് ആകെ ഒരു ടേം ഉണ്ടായിരുന്നുള്ളൂ, n റേസ് ടു log b to the a theta of n raised to log b to the a, ഇങ്ങനെയാണല്ലേ വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ എയുടെ എല്ലാ വാല്യൂസും ഉണ്ടല്ലോ നമുക്കിവിടെ. n raised to log ബിയുടെ വാല്യൂ എത്രയാണ്? 2. മറ്റേ എയുടെ വാല്യൂ √2. √2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 1/2. അപ്പം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇതിന് നമുക്ക് വെളിയിലോട്ട് എടുക്കാം അല്ലേ. അപ്പം എങ്ങനെ വരും? തീറ്റ ഓഫ് n raised to 1/2 into log 2 the base 2. അപ്പോൾ ഇതെന്തായിട്ട് വരും? log 2 to the base 2 അത് 1 ആയിട്ട് വരും. അപ്പം 1 into 1/2 അപ്പോൾ എന്തായിട്ട് വരും? തീറ്റ ഓഫ് n raised to 1/2. അപ്പോൾ എന്തായിട്ടായിരിക്കും വരുന്നത്? തീറ്റ ഓഫ് √10. ഇതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ഇത് ഒന്ന് നോക്കിക്കുക എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന്. ആദ്യമേ √2 into t of n/2 into n/2 എന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ എ ബി പി കെ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത്? എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ എന്ന് വന്നു അല്ലേ. അപ്പോൾ ഈ എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ വരേണ്ടത് കേസ് 1 ആണെന്നാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്നത് നമ്മുടെ ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ടി ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് ബി ടു ദ എ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇത് ജസ്റ്റ് ഞാൻ ലോഗ് ബി ടു ദ എ കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? ബിയുടെ വാല്യൂ 2 ആണ്. പിന്നെ എയുടെ വാല്യൂ എന്താണ്? √2. അപ്പം 2 raised to 1/2 എന്ന് എഴുതുന്നു. എന്നിട്ട് 1/2നെ ഞാൻ 1/2 വെളിയിൽ എടുക്കുന്നു. ആൻഡ് അപ്പോൾ log 2 to the base 2 എന്താണ്? 1 ആണ്. അപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? n raised to 1/2. അതെന്താണ്? √2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? തീറ്റ ഓഫ് റൂട്ട് ഓഫ് n ആണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് വരുന്നത്? a equal to √2b, a equal to √2 എന്ന് കിട്ടി, b equal to 2 എന്ന് കിട്ടി, k equal to 0 എന്ന് കിട്ടി, p equal to 1 എന്ന് കിട്ടി അല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? a equal to √2 എന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ equal to 1.414 ആൻഡ് b raised to k equal to 2 raised to 0 equal to 1 എന്ന് എഴുതുന്നു. ആൻഡ് ഇതിൽ a ഗ്രേറ്റർ ദാൻ b raised to k അപ്പോൾ കേസ് 1 ആണ്. ആൻഡ് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? എനിക്ക് കേസ് 1 ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ടി ഓഫ് n ഈക്വൽ ടു തീറ്റ ഓഫ് n raised to log b to the a. ആൻഡ് അതിൽ ഞാൻ log 2 the base √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇതെന്തായിരിക്കും? 1/2 ആയിരിക്കും അല്ലേ. തീറ്റ raised to n by 1/2. അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ടി ഓഫ് n ഈക്വൽ ടു തീറ്റ ഓഫ് √n. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ആൻഡ് അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുന്നത്? സോൾവ് ദ ഫോളോയിങ് റിക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം. ആൻഡ് ഓക്കെ, ഇത് നമ്മൾ മുമ്പേ ചെയ്ത പോലത്തെ ഒരു സിമിലർ ആണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ടി ഓഫ് എന്നിൻ്റെ ആദ്യമേ തന്നെ ഏത് ഫോം എഴുതണം? ടി ഓഫ് എന്നിൻ്റെ ടേം എഴുതണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എന്നോട് തന്നെ ചെയ്ത് പോകുക. അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ തറോ ആകും ഇത് കഴിയുമ്പോൾ തന്നെ. അപ്പം a ഇൻറ്റു ടി ഓഫ് n ബൈ ബി പ്ലസ് എന്താണ് ചെയ്യേണ്ടത്? തീറ്റ ഓഫ് n റേസ് ടു കെ ലോഗ് റേസ് ടു പി എൻ. ഇങ്ങനെയല്ലേ നമുക്ക് വരുന്നത്? ഇങ്ങനെ നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെ വാല്യൂസ് എഴുതുന്നു. എക്ക് എത്ര വാല്യൂ വരുന്നത്? 3 ആണല്ലേ. ബിയുടെ വാല്യൂ n/3, അപ്പം 3 ആയിരിക്കും. പിന്നെ n/2 റേസ് ടു 1 വരുന്നുണ്ട്. അപ്പം ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ ഏത് ഫോമിലാണ് എഴുതുന്നത്? n റേസ് ടു കെ ലോഗ് പി എൻ ആണല്ലേ. പിന്നെ ഇവിടെ തീറ്റ വരുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് തീറ്റ, അതായത് നമുക്കിപ്പം ഈ സി ഇൻറ്റു എൻ എന്ന് വന്നാൽ നമ്മുടെ ഇതിൻ്റെ തീറ്റ വാല്യൂ എന്തായിരിക്കും എഴുതുന്നത്? തീറ്റ ഓഫ് n എന്നായിരിക്കും അല്ലേ. അപ്പം n ഇൻറ്റു 1/2 എന്ന് എഴുതിയാൽ n/2 എന്ന് വന്നാൽ നമ്മൾ 1/2 ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ ഓഫ് n എന്ന് തന്നെ എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫോമിനെ വേണമെങ്കിൽ 3 ഇൻറ്റു ടി ഓഫ് n/3 പ്ലസ് തീറ്റ ഓഫ് n എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഞാൻ ആ n/2നെ നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, അത് കോൺസ്റ്റന്റ് അല്ലേ. അതുകൊണ്ട് നമുക്ക് അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് എന്താ എഴുതാം? കെ എന്ന് പറയുന്ന വാല്യൂ എന്താ തന്നെയാണ്?
1 തന്നെയാണ്. ആൻഡ് ഇവിടെ ലോഗ് ടേം ഇല്ല, അതുകൊണ്ട് p ഈക്വൽ ടു 1 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, p ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി എന്താണ് ചെയ്യുന്നത്? എയും ബി റേസ് ടു കെയും കണ്ടുപിടിക്കണം അല്ലേ. എ എത്രയാണ്? എ 3 ആണ്. ബി റേസ് ടു കെ എത്രയാണ്? 3 റേസ് ടു 1. അപ്പം 3 റേസ് ടു 1 എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ഏത് കേസാണ്? എല്ലാവരും പറഞ്ഞ് കേസ് 2 ആണ് അല്ലേ. യെസ്, കേസ് 2 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പീനെ എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? കേസ് 2ൽ ഓർത്തെടുത്ത്. യെസ്, പിയും -1 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. p -1 ആയിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ എന്താണ് വരുന്നത്? പിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പം p ഈക്വൽ ടു 0 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് കേസാണ് വരുന്നത്? ഓർത്ത് അല്ലെങ്കിൽ നോട്ട് നോക്കിക്കേ, ഏറ്റവും ലാസ്റ്റ് കേസാണ് അല്ലേ. അത് ഏതാണ് വരുന്നത്? t ഓഫ് n ഈക്വൽ ടു തീറ്റ ഓഫ് n റേസ് ടു ലോഗ് ടു ദ ബേസ് ba ഇൻറ്റു ലോഗ് ഓഫ് n റേസ് ടു p + 1. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? തീറ്റ ഓഫ് n റേസ് ടു, നമുക്ക് എല്ലാ വാല്യൂസും ഉണ്ടല്ലേ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബിയുടെ വാല്യൂ 3 ആണ് ആൻഡ് എയുടെ വാല്യൂ 3 ആണ്. ആൻഡ് പിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ലോഗ് 1 ടു ദ ബേസ് n. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. ഇങ്ങനെ നമുക്ക് എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എത്രയാണ് വരുന്നത്? ലോഗ് ടു ദ ബേസ് n. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഫൈനലായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അവിടെ n log n ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? a ഈക്വൽ ടു b റേസ് ടു k എന്ന് എഴുതുന്നു ആൻഡ് ലോഗ് ഓഫ് റേസ് ടു p + 1 എന്ന് എഴുതുന്നു. ആൻഡ് ഇവിടെ n ടേം ഉണ്ട്. അപ്പോൾ n log n എന്നാണ് വരുന്നത്. ഞാൻ log n മാത്രമേ എഴുതിയോളൂ എന്ന് തോന്നുന്നു മുൻപേ. നമുക്ക് n റേസ് ടു log 3 to the 3 n ആണ്. അപ്പം നമുക്ക് n log n എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്താണ്? n log n എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് a ഈക്വൽ ടു 3, b ഈക്വൽ ടു 3, k ഈക്വൽ ടു 1, p ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് നമ്മൾ a ഈക്വൽ ടു 3, b റേസ് ടു k എന്ന് പറയുന്നത് 3 എന്നാണ്. ആൻഡ് അത് രണ്ട് ഈക്വൽ ആണ്. ആൻഡ് p ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. ആൻഡ് ഇതിൽ നമ്മൾ ജനറൽ ഫോം ആണ് അല്ലേ, n റേസ് ടു log p to the a ആൻഡ് ലോഗ് റേസ് ടു p + 1 ഇൻറ്റു n. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? t ഓഫ് n log 3 to the base 3 ആൻഡ് log 0 1 to the n എന്ന് എഴുതുന്നു. അപ്പോൾ n log n എന്ന് നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം ക്ലിയർ ആയല്ലോ. ഇത്ര സ്റ്റെപ്സ് നമുക്കുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ നോക്കാം. ഫോർം എ റിക്കറൻസ് റിലേഷൻ ഫോർ ദ ഫോളോയിങ് കോഡ് ആൻഡ് സോൾവ് ഇറ്റ് യൂസിങ് മാസ്റ്റേഴ്സ് തിയറം. ഓക്കെ, ഇവിടെ എന്താണ് നമ്മുടെ കോഡ് എന്നിട്ടുള്ളത്? a ഓഫ് n ഇഫ് n ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ -1. ഓക്കെ, അവിടെ ഒരു സ്റ്റോപ്പിംഗ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ റിട്ടേൺ n -1. ഓക്കെ, ഇത് നമുക്ക് ഒരു ജനറൽ ഫോം ആയിട്ട് എഴുതിക്കൂടെ? a ഓഫ് n ഈക്വൽ ടു, ഇപ്പം n ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്? 1 ആണ്. അല്ലെങ്കിലോ റൂട്ട് n ആണല്ലേ, റൂട്ട് n ആയിട്ട് വരും. അപ്പം നമുക്ക് n ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് വരുന്നത്. ആൻഡ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എഴുതുമ്പം ടി ഓഫ് n എങ്ങനെ ആണെങ്കിൽ എങ്ങനെ എഴുതാം? ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് റൂട്ട് n + 1 എന്ന് എഴുതാം അല്ലേ. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോമിലാണെങ്കിൽ നമ്മൾക്ക് മാസ്റ്റേഴ്സ് തിയറം എഴുതാൻ പറ്റുമോ? നമ്മുടെ മാസ്റ്റേഴ്സ് തിയറം എങ്ങനെയാണ് വരുന്നത്? ഓർമ്മയുണ്ടല്ലോ, a ഇൻറ്റു ടി ഓഫ് n ബൈ ബി പ്ലസ് തീറ്റ ഓഫ് n റേസ് ടു k ലോഗ് റേസ് ടു പി എൻ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ടേമിലാണോ n റേസ് ടു 1/2 അങ്ങനത്തെ ടേം അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? n വേറൊരു ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് n ഞാൻ വേണമെങ്കിൽ ഇപ്പം 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 2 റേസ് ടു m എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു m ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് n എന്താണ്? n റേസ് ടു 1/2 ആണ്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 റേസ് ടു m/2 അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് 2 റേസ് ടു m ഈക്വൽ ടു ടി ഓഫ് 2 റേസ് ടു m/2 + 1 എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? പക്ഷേ ഇവിടെയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമുണ്ട്. 2 റേസ് ടു m/2. അതുകൊണ്ട് ഞാനിവിടെ 2 റേസ് ടു m ജസ്റ്റ് m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വേറൊരു വാല്യൂ കൊടുക്കുന്നു, s ഓഫ് m എന്ന് കൊടുക്കുന്നു. s ഓഫ് m ഈക്വൽ ടു s ഓഫ് m/2 എന്നാകും അല്ലേ. ഇവിടെ m എന്താകുന്നുണ്ട്? m/2 ആകുന്നുണ്ട് +1. ഇതെന്താണ്? നമ്മുടെ മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ ഒരു ഫോം ആയില്ലേ.
അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ ആദ്യമേ അതിൻ്റെ ഒരു ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു ഫോം എഴുതുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്നിട്ട് നമ്മുടെ ജനറൽ ഫോമിലാക്കണം. അതുകൊണ്ട് ഞാൻ 2m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം 2m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മുടെ റൂട്ട് ടേം വരുമ്പം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു 2m/2 എന്ന് വരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ m ടേംസ് മാത്രമായിട്ട് എടുക്കുന്നു. അപ്പം s(m)(2 + 1) അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ജനറൽ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിന് t(n) = t(√n+1) എന്ന് എഴുതാം. എന്നിട്ട് ഞാൻ എന്ത് എഴുതുന്നു, 2m ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് 2m/2 + 1 ആകുന്നു. ആൻഡ് അടുത്ത ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, s(m) = s(m/2 + 1) അങ്ങനത്തെ രീതിയിലാകുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതാണ് നമ്മുടെ മാസ്റ്റേഴ്സ് തിയറത്തിലെ ജനറൽ ഫോം അല്ലേ. അപ്പോൾ ഈ s(m/b) + θ(m)k × log p to the m. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഏതൊക്കെയാണ്, അടുത്ത എല്ലാം നമുക്ക് അറിയാവുന്ന മെത്തേഡ്സ് ആണല്ലേ, ബാക്കിയെല്ലാം സിമിലർ ആണ്. അപ്പം എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എയുടെ വാല്യൂ എന്താണ്, 1 ആണ്. ബി എത്രയാണ്, 2. ഇവിടെ കെയുടെ വാല്യൂ എത്രയാണ്, കെയും 0 ആണ്, പിയും 0 ആണ് അല്ലേ. അപ്പം നമ്മുടെ ഇത് എന്തായിട്ട് എഴുതാം, എ എത്രയാണ്, 1 ആണ്. b(k) എത്രയാണ്, 2(0), അത് 1 ആണ്. അപ്പോൾ ഇതെന്താണ്, ഇത് രണ്ട് ഈക്വൽ ആണ്. പിന്നെ അതപ്പോൾ എന്താണ് വരുന്നത്, case2 ആണല്ലേ വരുന്നത്. case2 ആയതുകൊണ്ട് തന്നെ പിയുടെ വാല്യൂ നോക്കണം. p -1 ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ നോക്കണം. ഇവിടെ p >-1 ആണല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത് ഏത് ഫോമിലായിട്ട് എഴുതാം, t(n) = ഓർമ്മ ഉണ്ടല്ലോ, θ(n)log p to the a plus θ(n)log to the base plus into log of raised to p + 1 × n അല്ലേ. ഇതല്ല നമ്മുടെ ജനറൽ ഫോം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് കിട്ടുന്നത്, θ(n)log b to the base എന്ന് പറയുന്നത് ലോഗ് ബി എത്രയാണ്, 2 ആണ്. ഇത് മറ്റേത് 1 ആണ്. ഓക്കെ, ആൻഡ് അടുത്ത നമുക്ക് വരുന്നത് log raised to p + 1 ആണ്. p + 1 എന്ന് പറയുന്നത് എത്രയാണ്, പിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ log 1 to the n ആയിരിക്കും വരുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് എത്ര ആയിരിക്കും വരുന്നത്, നമ്മുടെ ജനറൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ log to the base 1 അപ്പം 0 ആകും, ഇത് 0 ആകും. log to the base 1 അല്ല, അത് 0 ആകും. അപ്പം നമുക്ക് എന്താണുള്ളത്, log n ആയിരിക്കും ഉള്ളത്. അപ്പം θ(log n) എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ടേം ആണ്. ഓക്കെ, അപ്പം ഇത് എമ്മിൻ്റെ ടേം അല്ലേ. അപ്പം എങ്ങനെയായിരിക്കും വരുന്നത്, s(m) = θ(log m) എന്നായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഇനി എനിക്ക് ഈ എമ്മിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എമ്മിന് എങ്ങനെയായിട്ടാണ് ഞാൻ എഴുതിയ, m = ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ഓക്കെ, ഞാൻ ഇവിടെ നമുക്ക് എന്നിനെ ഞാൻ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത, n = 2m എന്നാണ് അല്ലേ. അത് നോക്കിയാൽ മതി. അപ്പോൾ എമ്മിനെ എനിക്ക് എങ്ങനെ എഴുതാം, log 2 to the base n എന്ന് എഴുതാം അല്ലേ. ഞാനപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും, എന്നിനെ log 2 to the base n. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഫൈനലായിട്ട് എൻ്റെ ഇക്വേഷൻ എന്താണ് കിട്ടിയത്, log 2 to the base n എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഫോം നോക്കാം. അപ്പോൾ എന്താണ്, a = 1, b = 2, k = 0, p = 0 എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ടെല്ലാം case2 ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. case2 ആണെന്ന് കണ്ടുപിടിച്ചു, p = 0 ആണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ എന്താണ് ചെയ്തത്, നമ്മൾ ഇതിൻ്റെ ജനറൽ ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, s(m) = m⁻⁴ log raised to 1m. അപ്പോൾ s(1) = log m എന്ന് കണ്ടുപിടിക്കുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ n = 2m എന്ന് എഴുതുന്നു. പിന്നെ m = log 2 to the base n എന്ന് എഴുതുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷനിൽ നമ്മൾ എത്തുന്നു. ഓക്കെ, നമ്മുടെ ഫോം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ടേം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ടേം ആയിട്ട് എഴുതണം. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, t(n) = t(√n+1) എന്ന് എഴുതാം. എന്നിട്ട് t(2m) 2m/2 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാരണം ഇവിടെ എന്താണ്, റൂട്ട് ടേം ഉണ്ട്, റൂട്ട് ടേമിന് എലിമിനേറ്റ് എന്നായിട്ടാണ്. അപ്പോൾ ഈ m/2 അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെ ജസ്റ്റ് വേറൊരു ഫോമിലായിട്ട് ഞാൻ എഴുതുന്നു. അത് s(m) = s(m/2 + 1). എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യുന്നു അല്ലേ.
മാസ്റ്റേഴ്സ് തിയർ അപ്ലൈ ചെയ്യുമ്പം എനിക്ക് ഇങ്ങനത്തെ ഓരോരോ വാല്യൂസ് കിട്ടുന്ന എയുടെയും 1ൻ്റെയും ബിയുടെയും കെയുടെയും പിയുടെയും പിന്നെ ഞാൻ അത് വെച്ച് ഏത് കേസാണെന്ന് കണ്ടുപിടിക്കുന്നത്, കേസ് 2 ആണെന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, കേസ് 2ൽ പി -1 ആണോ അല്ലേ നോക്കും. -1നായിട്ട് കമ്പയർ ചെയ്യും. 0 ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ -1 ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത് എന്താണ് കിട്ടുന്നത്, ഈ ഒരു വാല്യൂസ് കിട്ടും അല്ലേ. ഈ ഒരു വാല്യൂസ് കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലാസ്റ്റ് കിട്ടുന്നത്, എസ് ഓഫ് എം ഈക്വൽ ടു തീറ്റ ഓഫ് ലോഗ്. അപ്പം ഞാൻ എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എന്താണ് മുമ്പേ n ഈക്വൽ ടു 2m എന്നാണ്. അപ്പം m-ന്റെ വാല്യൂ എന്തായിരിക്കും, log 2 to the base n ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തായിരിക്കും ഫൈനലായിട്ട് കിട്ടുന്നത്, t ഈക്വൽ ടു തീറ്റ ഓഫ് log 2 to the base n. ഇതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെല്ലാവരും ഇത് നോട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അല്ലെങ്കിൽ ഒന്നുകൂടെ കാണുക മനസ്സിലാക്കുന്ന കാര്യം. ആൻഡ് ഓക്കെ, ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത റിക്കറൻസ് റിലേഷൻസ് ആണ്. ഇതിൻ്റെ മാസ്റ്റേഴ്സ് തിയറം വെച്ചിട്ടുള്ള മെത്തേഡ്സിൻ്റെയാണ് നമ്മൾ ഇപ്പം ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം നിങ്ങൾ മാക്സിമം വീണ്ടും ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ തറവാകും. താങ്ക് യു.